ഈ സഭയിൽ കടന്നു വരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. இந்த சபையிலே கடந்து வந்திருக்கிற எல்லா தேவனுடைய பிள்ளைகளுக்கும் ஆண்டவராய் இயேசு கிறிஸ்துவின் இணையில்லா நாமத்திலே என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். അനുഗ്രഹീതനായ ബഹുമാന്യ കർത്തൃദാസൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയംഗമായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ஹல்லேலூயா. மதிப்பிற்கும் ஆசீர்வதிக்கப்பட்ட அருமையான தேவ ஊழியக்காரர் இந்த சபையினுடைய ஊழியத்தை அவர் செய்திருக்கிறார். அவருக்கு ஹல்லேலூயா என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். ഇവിടെ വളരെ നന്നായി ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സമയം കണ്ടെത്തിയ ഇവിടുത്തെ കൊയറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തുടർന്നുള്ള നാളുകളിലും അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ஹல்லேலூயா. நன்றாய் பாடல்களை பாடி ஆண்டவரை ஆராதித்த அருமையான கொயர் டீமையும் நினைத்து நான் ஆண்டவரை துதிக்கிறேன். வரும் நாட்களில் இன்னும் அதிகமாய் ஆண்டவர் அவர்களை எடுத்து பிரயோஜனப்படுத்துவாராக. എൻ്റെ ഈ മെസ്സേജ് വളരെ മനോഹരമായ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന. എൻ്റെ മെസ്സേജിൻ്റെ ചില സമയം ലോങ് വേഡ്സസ് ആയിരിക്കുമെങ്കിലും അതിനെ വളരെ ക്രോഡീകരിച്ച് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ, നമ്മൾ വായിച്ചതായ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. സംഗീതം 133 133 സങ്കീർത്തനം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേഴ്സസ്. ഹെഡിങ്ങിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ஹல்லேலூயா. இந்த சங்கீதத்தினுடைய தலைப்பு தாவீது பாடின ஆரோகண சங்கீதம் என்று சொல்லப்பட்டிருக்கிறது. അവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ദൈവദാസൻ പറഞ്ഞത് ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ വാക്യത്തിൽ ഫസ്റ്റ്ലി വി ക്യാൻ സീ എ ക്വസ്റ്റ്യൻ മാർക്ക്. ஹல்லேலூயா. எனக்கு முன்னே இங்கே இந்த வார்த்தையை எடுத்து சொன்ன அருமையான தேவனுடைய தாசன் சொன்னது போல நானும் அதை கவனித்திருக்கிறேன். அந்த முதலாவது வசனத்திலே ஒரு கேள்விக்குறி போடப்பட்டிருக்கிறது. ക്വസ്റ്റ്യൻ മാർക്ക് ഏത് ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്? തമിഴില് ആ വാക്യത്തിന് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം എത്ര മനോഹരം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുക. ஹல்லேலூயா. தமிழ்லே இப்படியாக இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிற எத்தனை நன்மை எத்தனை இன்பமானது என்று சொல்லி ஒரு கேள்விக்குறி அதிலே கொடுக்கப்பட்டிருக்கிறது. നെക്സ്റ്റ് വൺ അതിശയ ചിഹ്നമാ. അതിശയ ചിഹ്നം ഏത് ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്? മലയാളികൾക്ക് അല്ലെങ്കിലും പലതും അതിശയമാണ്. ஹல்லேலூயா. ஒரு ஆச்சரியக்குறி மலையாளத்திலும் ஆங்கிலத்திலும் கொடுக்கப்பட்டிருக்கிறது. മലയാളത്തിൽ ചോദിച്ചിരിക്കുക ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആശ്ചര്യമാണ്. ஹல்லேலூயா. இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிறது எத்தனை நன்மையும் எத்தனை இன்பமா இருக்கிறது, அது ஒரு ஆச்சரியமா இருக்கிறதாக அவர்கள் சொல்லப்பட்டது. ஹல்லேலூயா. தேவனுடைய தாசனாகிய தாவீது எருசலேமிலே வாழ்ந்து கொண்டிருக்கும் போது அங்கே இஸ்ரவேல் ஜனங்கள் எல்லாரும் எருசலேமிலே கூடி தேவனை ஆராதிக்க அவர்கள் கடந்து வந்தார்கள். அந்த வேளையில தான் கர்த்தருடைய தாசனாகிய தாவீது இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிறது எத்தனை நன்மையும் எத்தனை இன்பமா இருக்கிறது என்று பாடினார். എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദാവീദിന്റെ കാലയളവിലും അതുപോലെ തന്നെ അതിന് മുൻപുള്ളതായ കാലയളവിലും അവര് പാലസ്തീൻ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറപ്പെട്ട് പാർക്കുന്നവരാണെങ്കിലും അവർ പ്രത്യേക പെരുന്നാളിന്റെ കാലയളവിൽ അവർ എല്ലാവരും അവരവരുടെ കൂടാരങ്ങൾ വിട്ട് അവരുടെ ദേശം വിട്ട് യെരുശലേമിൽ വന്ന് കൂടാരമടിച്ച് അവിടെ പാർക്കണം എന്ന് അവർക്ക് ദൈവം നിയമം കൊടുത്തിട്ടുണ്ട്. ஹல்லேலூயா. தாவீதுடைய நாட்களிலும் அதற்கு முன்பிருந்த ராஜாக்கள் நியாயாதிபதிகளுடைய நாட்களிலும் பாலஸ்தீனுடைய பல இடங்களிலே அவர்கள் சிதறி அவர்கள் தங்கி இருந்தார்கள். ஆனால் விசேஷமான பண்டிகை நாட்களிலே அவர்கள் எல்லாரும் தங்களுடைய கூடாரங்களை விட்டு எருசலேமில் வந்து கூடுவது ஒரு வழக்கமாக இருந்தது. ഒരുമിച്ച് വന്ന് പാർക്കുക എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണെന്നറിയാമോ? ഇവൻ നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്യാമ്പായിരുന്നു, നമ്മള് കോൺഫറൻസിൽ സംബന്ധിച്ചു. എത്ര മനോഹരവും എത്ര സന്തോഷമായിരുന്നു. സന്തോഷമാണെന്നുള്ളവരൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. நாம் ஒருமித்து சேர்ந்து ஹல்லேலூயா நாம் கூடுவது மிகவும் சந்தோஷமான ஒரு காரியம். கடந்த வாரத்திலே நமக்கு கேம்ப் இருந்தது. கேம்பிலே நாம் எல்லாரும் சேர்ந்து ஹல்லேலூயா நாம் தேவ வசனங்களை நாம் கேட்டோம். எல்லாரும் சேர்ந்து நாம் சந்தோஷப்பட்டோம். அது மிகவும் சந்தோஷமான ஒரு காரியமாக இருக்கிறது. എല്ലാവരും വർഷത്തിലൊരിക്കൽ
ഒരു വണ്ടി പിടിച്ച് ഒരു പാർക്കിലൊക്കെ പിക്നിക്കിനൊക്കെ പോകുന്നതും അതുപോലെ തന്നെ അവിടെ എൻജോയ് ചെയ്യുന്നതും അവിടെ കടലിലിറങ്ങുന്നതും അവിടെ കളിക്കുന്നതും എത്ര സന്തോഷമാണ്. അനുഭവിച്ചിട്ടുള്ള ഒരു ദൈവത്തെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. ஒரு வருடத்துல Praise God. ஒரு முறையாவது எல்லாரும் சேர்ந்து ஒரு வாகனம் எடுத்து எல்லாரும் ஒரு பார்க்கிலே போய் ஒரு பிக்னிக் போய் அங்கே பீச்ல எல்லாம் போய் சேர்ந்து அவர்கள் சந்தோஷப்படுவது எவ்வளவு சந்தோஷமான ஒரு காரியம். இது எத்தனை பேர் அனுபவித்திருக்கிறீர்கள்? Praise the Lord. ഇതുപോലെ ദൈവം ഇസ്രായേൽ ജനത്തിന് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാൻ, ഒരുമിച്ച് പാർക്കാൻ, ഒരുമിച്ച് പാർത്തുകൊണ്ട് സന്തോഷിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത പെരുന്നാളുകളിൽ ഒന്നാണ് കൂടാര പെരുന്നാളും അതുപോലെ തന്നെ പെന്തക്കോസ്ത് പെരുന്നാളും. ഈ പെരുന്നാളുകളെല്ലാം ഈ പെരുന്നാളിന്റെ കാലയളവിൽ എവിടെ പാർക്കുന്നവനായാലും യഹൂദൻ അവൻ മസ്റ്റായിട്ട് യെരൂശലേമിൽ വന്നിരിക്കണം. ஹல்லேலூயா. ஆகையால் யெகோவா தேவன் இஸ்ரவேல் ஜனங்கள் அவர்கள் எல்லாரும் ஒன்றாக கூடி அவர்கள் சந்தோஷப்படுவதற்காக ஆண்டவர் சில பண்டிகைகளை அவர்களுக்கு கொடுத்திருந்தார். அதில் விசேஷமான பண்டிகைகள் கூடார பண்டிகையும் பெந்தேகோஸ்தே பண்டிகையுமா இருந்தது. இந்த பெந்தேகோஸ்தே பண்டிகை, கூடார பண்டிகை இந்த நாட்களிலே யூதர்கள் எங்கிருந்தாலும் அவர்கள் அங்கு தங்கள் கூடாரங்களை விட்டு எருசலேமிலே வந்து அவர்கள் ஒருமித்து வாசம் பண்ணுவது வழக்கமாக இருந்தது. Praise the Lord. ஹல்லேலூயா. വർഷത്തിൽ 7 ദിവസം അവർക്ക് പെരുന്നാളാണ്. 7 ദിവസം, ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ആ 7 ദിവസവും അവര് അവിടെ വന്ന് പാർത്ത് സന്തോഷിക്കണമെന്നുള്ളതാണ്. ஹல்லேலூயா. ஒரு வருடத்திலே 7 நாட்கள் அவர்களுக்கு அந்த பண்டிகை நாட்களா இருக்கிறது. அந்த 7 நாட்களும் அவர்கள் அந்த எருசலேமிலே வந்து அவர்கள் தங்கி இருந்து அதை ஒருமித்து அதை சந்தோஷப்பட வேண்டும் என்பது தேவனுடைய கட்டளை. അത് അവർക്ക് വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളാ. ആ ദിനങ്ങൾ അവരെ ഒട്ടും ഉപേക്ഷയായി വിചാരിക്കാതെ എല്ലാവരും യെരൂശലേമിൽ ഒരുമിച്ച് കൂടുന്ന പതിവായിരുന്നു. அது மிகவும் அந்த பண்டிகை நாட்கள் இஸ்ரவேல் ஜனங்களுக்கு மிகவும் சந்தோஷமான நாட்களா இருந்தது. யாரும் அதை அலட்சியமாக எண்ணாமல் அவர்கள் ஒன்றாக அந்த இடத்துல கூடி வருவது வழக்கமாக இருந்தது. നമ്മൾ ഉദാഹരണമായി പറഞ്ഞാൽ പെന്തക്കോസ്ത് പെരുന്നാളിനായിട്ട് അവര് വന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ അപ്പോസ്തലന്മാർ അന്യഭാഷ പറഞ്ഞ സമയത്ത് അവിടെ 16 ഭാഷക്കാരായ ആളുകൾ ഒരുമിച്ച് കൂടി അവര് പത്രോസിനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായിട്ട് വായിക്കുന്നു. അതിന്റെ അർത്ഥം ഇതുപോലുള്ള പെരുന്നാളിന്റെ കാലയളവിൽ ഏത് ഭാഷയിൽ സംസാരിക്കുന്നവനായാലും യഹൂദൻ എവിടെ പാർത്താലും മസ്റ്റായിട്ട് അവർ യെരൂശലേമിൽ വന്നിരിക്കണം, നിർബന്ധമായ കാര്യമാണ്. ஹல்லேலூயா. உதாரணமாக நாம் சொல்ல போனால் பெந்தேகோஸ்தே நாளில் தான் அங்கே பரிசுத்த ஆவியானவர் அந்த மேல் வீட்டறையில் இறங்கினார். அந்த நாளிலே அது பெந்தேகோஸ்தே பண்டிகையை கொண்டாடுகிற நாட்களா இருந்தது. எருசலேமிலே அன்றைக்கு 16 மொழிகளை பேசுகிற ஜனங்கள் அங்கே இருந்தார்கள். அவர்கள் தான் பேதுருவை பார்த்து நாங்கள் என்ன செய்ய வேண்டும் என்று பேதுருவை பார்த்து கேட்டார்கள். അത് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദാവീദ് ഈ ജനങ്ങളെ കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയാണ്. ദാവീദ് ഈ ജനങ്ങളെ കണ്ടിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ചോദ്യമായി ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ആശ്ചര്യപ്പെടുകയാണ് ഈ 133-ാം സങ്കീർത്തനത്തിൽ. ஹல்லேலூயா. இப்படியாக இதை பார்த்து தாவீது மிகவும் ஆச்சரியத்தோடு அல்லது தனக்குள்ளே ஒரு கேள்வியை கேட்டு அவன் ஆச்சரியத்தோடு அதை பார்க்கிறான். അതിന്റെ കാരണം നമ്മള് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ യാക്കോബ് തന്റെ 12 മക്കളെ അടുക്കൽ വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Genesis chapter 49 verse 1 and 2. You can read that. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് പറഞ്ഞത്, കൂടി വരുവീൻ. ഓക്കെ, ക്യാൻ യു റീഡ് ഇൻ ഇംഗ്ലീഷ് ഓർ തമിഴ്? What you will happen in your future life. Then if you want to hear something about your future, please come forward എന്ന് പറഞ്ഞ് യാക്കോബ് തന്റെ 12 പുത്രന്മാരെ വിളിച്ചു വരുത്തിയാണ്. അടുത്ത തമിഴ് വായിച്ചേ. നിങ്ങൾ എല്ലാവരും കൂടി വരിക. ഭാവി കാലത്ത്, കടശി നാളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഭാവി കാലത്ത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും എന്ന് പറഞ്ഞ് ഈ 12 മക്കളെയും യാക്കോബ് വിളിച്ചു വരുത്തുകയാണ്.
அல்லேலூயா. இங்க யாக்கோபு தன் 12 குமாரர்களை அழைத்து, உங்களுடைய எதிர்காலத்திலே கடைசி நாட்களிலே உங்களுக்கு என்ன காரியங்கள் உங்களுக்கு நேரிடும் என்பதை நான் உங்களுக்கு சொல்லுவேன், நீங்கள் என் பக்கத்திலே வாருங்கள் என்று சொல்லி தன் பிள்ளைகளை அழைக்கிறார். യാക്കോബ് 12 പുത്രന്മാരെ വിളിച്ച് അനുഗ്രഹിച്ച് അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുമ്പോൾ, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ അവരെ അനുഗ്രഹിച്ചു പറയുന്നത് ആവർത്തനം 33-ൽ നമ്മൾ വായിക്കുന്നു. அல்லேலூயா. தேவனுடைய தாசனாகிய மோசே இஸ்ரவேல் ஜனங்களை ஆசீர்வதித்து சொல்கிற காரியங்களை உபாகமம் புஸ்தகம் அதனுடைய 33-ാം அதிகாரத்தில் வாசிக்கிறோம். അപ്പോൾ മോശ അനുഗ്രഹിക്കുന്നതായ അനുഗ്രഹവും ദൈവത്തിന്റെ ദാസനായ യാക്കോബ് അഥവാ തങ്ങളുടെ സ്വന്തം പിതാവായ യാക്കോബ് അനുഗ്രഹിച്ചു പറയുന്നതായ അനുഗ്രഹവും കൂടെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ജനത്തിന്റെ ഈ 12 ഗോത്രങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചത് അവർ പ്രസ്താവിച്ച പ്രവചനം പോലെ നടന്നു എന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ സാധിക്കും. அல்லேலூயா. யாக்கோபு தன் 12 குமாரரை ஆசீர்வதித்ததையும் மோசே இஸ்ரவேல் ஜனங்களை ஆசீர்வதித்ததையும் தன் ரெண்டையும் ஒப்புமைப்படுத்தி நாம் பார்க்கும்போது அவருடைய வாழ்க்கையிலே நடந்தது எல்லாம் இந்த தீர்க்க தரிசன வசனங்களில் சொல்லப்பட்டது போல நடந்தது என்பதை நாம் பார்க்க முடியும். നമ്മുടെ പിതാക്കന്മാർ നമ്മെ കുറിച്ച് എന്താണോ ഒരു അരുളപ്പാടായി ഒരു പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായി നിറവേറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. நம்முடைய பிதாக்கள் தீர்க்க தரிசனமாக சொல்லப்பட்ட அவர்கள் சொன்ன காரியங்கள் அது சரியாக அது நடக்கும் என்பதிலே எந்த விதமான சந்தேகവും இல்லை. പലരെ കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നീ നശിച്ചു പോകും, നീ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ സംഭവിച്ചതായി ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. அல்லேலூயா. பலரையும் அவருடைய பெற்றோர்கள் நீ நாசமாய் போவாய் என்று அவர்களை சபித்த காரியங்களிலே அவர்கள் அப்படியாய் போன அநேக സാക്ഷികൾ നമുക്ക് മുൻപാக നമ്മുടെ എന്നാൽ അങ്ങനെ പറഞ്ഞതായ വ്യക്തികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ പൈതലായി തീർന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ച് ഉയർത്തിയതായ അനുഭവങ്ങളും അനേകരുടെ അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. அப்படி அவர்கள் அல்லேலூயா அவருடைய வாழ்க்கை சீரழிந்திருக்கிற வாழ்க்கை அவர்கள் ஆண்டவராய் இயேசு கிறிஸ்துவை இரட்சகராக ஏற்றுக்கொண்ட போது அவர்கள் ஆசீர்வதிக்கப்பட்டதை நாம் பார்த்திருக்கிறோம். അതുപോലെ യാക്കോബ് തന്റെ 12 പുത്രന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഓരോരുത്തരെയും അവരവരുടേതായ ജീവിത ശൈലി മനസ്സിലാക്കിയിട്ട് യാക്കോബ് അവരോട് പറയുന്ന കാര്യങ്ങളാണ് ഈ 49-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. அல்லேலூயா. அதேபோல் யாக்கோபு தன்னுடைய 12 குமாரர்களை அழைத்து ஒவ்வொருடைய வாழ்க்கை முறைக்கு ஏற்றபடி அவருடைய சுபாவத்திற்கு ஏற்றபடி அவர்களை ஆசீர்வதிக்கிறதை நாம் இந்த அதிகாரத்தில் യാക്കോബിന് ആദ്യം ലഭിച്ച മകനാണല്ലോ രൂബേൻ, അല്ലേ? രൂബേൻ. அல்லேலூயா. யாக்கோபுக்கு முதலாவது பிறந்த மகன் ரூபன். രൂബേനെ അടുക്കൽ വിളിച്ചു. അവനോട് പറയുന്നതായ കാര്യം നമ്മളോട് വായിക്കുന്നു. அல்லேலூயா. ரூபனை அவர் பக்கத்திலே அழைத்து அவனோடு சொல்லுகிற காரியங்களை நாம் இங்கே வாசிக்கிறோം. യാക്കോബ് പുത്രന്മാരെ വിളിച്ചപ്പോൾ എല്ലാവരും ഒരിടത്ത് കൂടി അപ്പന്റെ അടുക്കൽ വന്നുകൂടിയിട്ട് അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പന്റെ അന്ത്യനാളുകൾ, അന്ത്യനിമിഷത്തിൽ എന്താണ് തന്റെ വായിൽ നിന്ന് എന്നെ കുറിച്ച് വരുന്നതെന്ന് കേൾക്കുവാൻ, അഭിലാഷം, അന്ത്യവാക്കുകൾ കേൾക്കുവാനായി ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുമ്പോൾ ആദ്യം മൂത്ത മകനായ രൂബേനെ വിളിച്ചിട്ട് പറയുന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. அல்லேலூயா. யாக்கோபு தன் குமாரரை அழைத்த போது அவர்கள் எல்லாரும் மிகுந்த ஆவலோடு தங்களுடைய தகப்பனார் மரண தருவாயிலே அவர் என்ன எங்களை குறித்து சொல்ல போகிறார், என்ன ஆசீர்வதிக்க போகிறார் என்ற ஆவலோடு அவர்கள் எல்லாரும் கூடி வந்திருக்கிற அந்த வேளையிலே முதலாவது அவர் முதல் மகனாகிய ரூபனை பக்கத்திலே அழைத்தார். മൂത്ത മകനായ രൂബേനെ വിളിച്ചിട്ട് അപ്പന്റെ സ്ഥാനം വഹിക്കേണ്ട ആളായ രൂബേനെ വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് വായിക്കാം. 3-ാം വാക്യം വായിച്ചേ. രൂബേനെ നീ എന്റെ ആദ്യജാതൻ. അടുത്ത ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവുമാകുന്നു. വെള്ളം പോലെ തുളുമ്പുന്നവനെ. മതി 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 ആദ്യത്തെ മൂത്ത മകനെ വിളിച്ചിട്ട് പറയുക, വെള്ളം പോലെ തുളുമ്പുന്നവനെ, എന്റെ വൈശിഷ്ട്യമേ, എന്റെ ആദ്യജാതനെ, നീ എന്തെല്ലാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ ഗുണം പിടിക്കത്തില്ലെന്നാ. தன் மூத்த மகனாகிய ரூபனை அழைத்து அவர் இப்படியாக சொல்லுகிறார், நீ என் சிரேஷ்ட புத்திரன், நீ என் சத்துவமும் என் முதற் பலனுமானவன், நீ மேன்மேல் பிரதானமும்
வல்லமையில் விசேஷமானவன் தண்ணீரை போல் தழும்பினவனே நீ மேன்மை அடைய மாட்டாய் என்று ரூபன். വെള്ളം പോലെ തുളുമ്പുന്നവനാ. ഹല്ലേലൂയ. അവൻ പക്ഷേ അവന്റെ ജീവിതത്തിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ യാക്കോബ് പറയാണ്, നീ ശുഭമാകുകയില്ല. அவன் தண்ணீரை போல் தழும்பினவனாய் காணப்பட்டான். அவனுடைய வாழ்க்கை அல்லது அவனுடைய சுபாவத்தை வைத்து பார்க்கும்போது அவன் ஒருபோதும் மேன்மை அடைய மாட்டான் என்று யாக்கோபு அவனை பார்த்து சொன்னான். ഞാനിപ്പോ ഈ കുടിക്കുന്ന വെള്ളത്തിൽ ഈ കപ്പിൽ വെള്ളം ഇരിപ്പുണ്ട്. വെള്ളം ഒരിക്കലും സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. എങ്ങോട്ട് തിരിക്കുന്നു അത് അങ്ങോട്ട് പോകും. ശരിയല്ല? അതാണ്ട് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു, അതാണ്ട് ഇവിടെ വന്നു. ഇനി ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് പോകും. എങ്ങോട്ട് വേണമെങ്കിലും ഇത് പോകും. ഒരു സ്റ്റേണല്ല. ഇത്രയേ ഉള്ളൂ ചുരുക്കം. ஹல்லேலூயா. நான் என்னோட கப்பில இந்த தண்ணி இருக்கிறது. இந்த தண்ணியை அந்த கப்பை நான் எங்கே அதை நான் சரிக்கிறேனோ அந்த பக்கத்திலே அந்த தண்ணியும் கடந்து வரும். அதே போல்தான் ரூபன் അവൻ ഒരു സ്റ്റഡി ഇല്ലാത്ത ഒരു മനുഷ്യനായി അവൻ കാണപ്പെട്ടാൻ. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, സഭയിൽ വന്നു, ആത്മാവിൽ ആരാധിക്കുന്ന, പക്ഷെ ആള് സ്റ്റഡി അല്ല. നിങ്ങൾ അങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ടോ? ആള് കൊള്ളാം, ആള് നല്ല ആളാ, പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ ആള് സ്ട്രോങ് അല്ല. അങ്ങോട്ട് പോയിട്ട് അവിടെ പറയും, ഓ അച്ഛ അതാ നല്ലത്. ഇപ്പുറത്ത് വന്നിട്ട് പറയും, അച്ഛൻ പറഞ്ഞതും ശരിയാ. അവിടെ ചെന്നിട്ട് അമ്മാമ്മയോട് പറയും, അമ്മാമ്മ പറഞ്ഞതുകൊണ്ട് കറക്റ്റ്. പിന്നെ അപ്പോ പറഞ്ഞതല്ല, അവിടെ പറഞ്ഞതോ എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ എവിടെ എങ്ങോട്ട് പോകുന്നോ അവിടെ ഒരു പക്ഷം നിന്നുകൊണ്ട് അവരുടെ രീതിയിൽ പറഞ്ഞ് സ്ട്രോങ് അല്ല, ആ ഒരു നിലവാരത്തിലാകും. ഹല്ലേലൂയ. நாம் அப்படிப்பட்ட நபர்களை நீங்கள் பார்த்திருப்பீர்கள். ரட்சிக்கப்பட்டு சபையிலே வந்து ஆராதிப்பார்கள், எல்லா காரியங்களையும் அவர்கள் செய்வார்கள். ஆனால் சில காரியங்கள் வரும்போது அவர்கள் அதில் ஸ்டெடியாக நிற்க மாட்டார்கள். யார் எந்த கருத்தை சொன்னாலும் அவர்களை சார்ந்து அவர்களுக்கு தகுந்தபடி அந்த நீங்கள் சொன்னதான் சரி என்று சொல்லி அவர்கள் சொல்லுகிற கருத்துக்களுக்கு இசைந்து அவர்கள் இருப்பார்கள். വിശ്വാസിയായ ആളുകളോടുള്ള ബന്ധത്തിൽ, പാസ്റ്ററോടുള്ള ബന്ധത്തിൽ നല്ല തികഞ്ഞ ആത്മീയനായിരിക്കും രൂപേൻ. എന്നാൽ ലോകപ്രകാരമുള്ളതായ മനുഷ്യന്റെ അവിടെ ചെല്ലുമ്പോൾ ആ പുള്ളി അവരുടെ അടുക്കൽ ആ പുള്ളിയാവും. ഞാൻ നിങ്ങളെ പോലെയുള്ള ആളാ, എനിക്ക് അതൊരു കുഴപ്പമില്ല, ഞാനും നിങ്ങളിങ്ങനെയാണോ, ഓക്കെ, ഐ ഓൾസോ, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയനാണോ അതുമല്ല, ജഡീകനാണോ അതുമല്ല, ഈ നിലവാരമാണ്. ஹல்லேலூயா. ரூபனுடைய சுபாவத்தை பற்றி நாம் பார்க்கும்போது அவன் சபையிலும் அதே போல் பாஸ்டரிடத்திலும் எல்லாம் நல்ல ஆவிக்குரிய ஒரு நபர். ஆனால் வெளியே உலகத்திலே சொல்லும் போது உலகத்தாருடைய சுபாவத்தோடு நானும் உங்களை போல் ஒருவன் என்று சொல்லி அவர்களோடு சேர்ந்து கலந்து வாழுகிற ஒரு சுபாவம். அவன் ஆவிக்குரியவனா என்று கேட்டால் இல்லை, ஆனால் மாம்சத்துக்குரியவனா என்று கேட்டால் அதுவும் இல்லை. രണ്ടും കെട്ട ഒരു അനുഭവം എന്ന് சொல்லலாம். നോഹ പെട്ടകത്തിൽ നിന്ന് വെള്ളം കുറഞ്ഞോ ഇല്ലയോ എന്നറിയാനായിട്ട് ഒരു കാക്കയെ എടുത്ത് നോഹ പുറത്തു വിട്ടു. அல்லேலூயா. நோவா பேழையிலிருந்து பூமியிலே தண்ணீர் வற்றினதா என்று பார்க்க ஒரு காகத்தை எடுத்து அவன் அந்த பேழைக்கு வெளியே விட்டான். കാക്ക പുറത്തു പോയിട്ട് അത് തിരിച്ച് നോഹയുടെ അടുക്കലേക്ക് വന്നു. വൈകുന്നേരത്താ വന്ന്, അല്ലെങ്കിൽ താമസിച്ചാ വന്ന്. ഓക്കെ, വന്നു പോയി നിന്നാ വായിക്കുന്നത്. வேதத்திலே அப்படியே வாசிக்கிறோம். அந்த காகம் அது வெளியே சென்று சில நேரம் தாமதித்து திரும்ப வந்தது, திரும்பவும் போய் வந்து கொண்டிருந்தது என்று വേദത്തിലെ വാസിக்கிறோം. അപ്പൊ വന്നു പോയി നിൽക്കുന്നത് കൊണ്ട് നോഹയ്ക്ക് വെള്ളം പറ്റിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റുന്നില്ല. அது வந்து போய் நிற்கிறதுனால் നോവാവുക്ക് ഭൂമിയിലെ തണ്ണീർ വറ്റുന്നതാ എന്ന് തെളിവാக അവനുക്ക് അറിയാൻ முடியவில்லை. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, പെട്ടകം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. அதனுடைய அர்த்தம் இதுதான். பேழை என்று சொல்வது தேவனுடைய சபைக்கு ஒப்புமையா இருக்கிறது. ദൈവസഭ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാക്ക കാണുന്നത് മുഴുവൻ ശവമാണ്. ശവം, മൃഗത്തിന്റെയും മനുഷ്യന്റെയും ശവം കിടക്കുക. അതുകൊണ്ട് സഭ വിട്ടാൽ ശവത്തിലും, ശവം വിട്ടാൽ സഭയിലും. தேவனுடைய சபையாகி அந்த பேழையை விட்டு அந்த காகம் வெளியே போகும்போது பூமியிலே அநேக பிணங்கள் கிடக்கிறதை பார்க்கிறது. அதனுடைய அர்த்தம் என்னவென்றால், சபை விட்டால் உலகத்தின் பிணத்தின் மத்தியிலும், திரும்ப அதை விட்டால் சபையிலும் வருகிற ஒரு அனுபவம். ആ വ്യക്തിയെ പോലെയുള്ള ഒരാളാണ് രൂപേൻ. அப்படிப்பட்ட ஒரு சுபாவம் உள்ள ஒரு மனிதன் தான் இந்த ரூபன்.
ഇന്നത്തെ പ്രസംഗത്തിന്റെ ഉത്തരവാദി ഞാനല്ല, ഇന്നത്തെ പ്രസംഗത്തിന്റെ ഉത്തരവാദി ആ ദൈവദാസനാണ്. ஹல்லேலூயா. இன்றைக்கு உள்ள இந்த பிரசங்கத்தினுடைய அதனுடைய ரெஸ்பான்சிபிலிட்டி சகோதரன் தான், நான் அல்ல. മറ്റൊരാൾ പരിശുദ്ധാത്മാവുക. ஹல்லேலூயா. அதனுடைய மற்றொரு ஆள் பரிசுத்த ஆவியானவர். Praise the Lord. ஹல்லேலூயா. ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും സ്വഭാവങ്ങളുള്ളവർ ഈ ദൈവസഭയിലുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവിന്ന് ദൂത് പറയുന്നു. Praise the Lord. கிறிஸ்தவ வாழ்க்கையில் இப்படிப்பட்ட ஒரு சுபாவத்தோடு இந்த சபையில யாராவது இருப்பீர்களானால் பரிசுத்த ஆவியானவர் நீங்கள் மனம் திரும்புவதற்காக இந்த நாளிலே உங்களோட നീ பேசுகிறார். സഭയിൽ വരുമ്പോഴും യഥാർത്ഥ ദൈവ പൈതലായിരിക്കണം. സഭ വിട്ടു പുറത്തു പോയാലും നിന്റെ പരസ്യമായ ജീവിതവും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവനായിരിക്കണം. ஹல்லேலூயா. சபையிலே வரும்போதும் நீ ஒரு பரிசுத்தவானாய் நீ இருக்க வேண்டும். நீ சபையை விட்டு வெளியே உலகத்திலே கடந்து போகும்போதும் ஹல்லேலூயா தேவனுக்கு பிரியமான ஒரு வாழ்க்கையை நீ அங்கேயும் வாழ வேண்டும். നിന്റെ രഹസ്യ ജീവിതം നിന്റെ പരസ്യ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. Praise the Lord. ஹல்லேலூயா. உன்னுடைய ரகசிய வாழ்க்கையும் உன்னுடைய பரஸ்யமான வாழ்க்கையும் அது தேவனுக்கு பிரியமான ஒரு வாழ்க்கையா இருக்க வேண்டும். രൂബേനെ നോക്കി യാക്കോബ് പറയാണ്, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, നീ എന്റെ ആദ്യജാതനാണ്, പക്ഷേ നീ ശുഭനാകുകയില്ല. ஹல்லேலூயா. ரூபனை பார்த்து யாக்கோபு இப்படியாக சொல்கிறான், நீ என்னுடைய சேஷ்ட புத்திரன், நீ என் முதற் பலனானவன், ஆனால் நீ தண்ணீரை போல் தளம்புறவனாய் இருக்கிறாய், நீ ஒருபோதும் നീ മേന്മ അടയ മാട്ടാய். നമ്മുടെ കർത്താവ് നമ്മെ ആരെയും നോക്കി അങ്ങനെ പറയുവാനിടയാകരുത്. Praise the Lord. ஹல்லேலூயா. നമ്മുടെ ദേവൻ നമ്മ ഒരുവരെയും பார்த்து இப்படியாக சொல்வதற்கான ஒரு வாய்ப்பு உருவாக கூடாது. താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ രൂപേന്റെ അശുദ്ധമായ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ஹல்லேலூயா. தொடர்ந்து நாம் வாசிப்போமானால் ரூபன் செய்த மிகவும் மோசமான அசுத்தமான காரியங்களை பற்றி அங்கு சொல்லப்பட்டிருக்கிறது. நான் அதை வாசிக்கவில்லை. സമൂഹത്തിൽ വളരെയധികം മ്ലേച്ഛനായ ഒരു ജീവിതമായിരുന്നു രൂപേന്റേത്. ஹல்லேலூயா. சமுதாயத்திலே மிகவும் மோசமான லட்சியான ஒரு வாழ்க்கையா இருந்தது ரூபனுடைய வாழ்க்கை. അങ്ങനെയുള്ളതായ ആളുകൾ ആരും ജീവിതത്തിൽ ശ്രേഷ്ഠരായ ചരിത്രം ബൈബിളിൽ ഇല്ല. ஹல்லேலூயா. அப்படிப்பட்ட நபர்கள் யாரும் தங்களுடைய வாழ்க்கையிலே மேன்மை அடைந்ததா எந்த விதமான சரித்திரവും இல்லை. യാക്കോബ് അപ്പന്റെ അടുക്കൽ വളരെ അനുഗ്രഹം പ്രതീക്ഷിച്ചാ വന്നത്. ഞാൻ ആദ്യജാതൻ, ഞാനാണ് മൂത്ത മകൻ, അതുകൊണ്ട് ഈ സഹോദരന്മാരുടെ ഉത്തരവാദിത്വമല്ല എന്നെ ഏൽപ്പിക്കുമെന്നുള്ള ചിന്തയിൽ ഈ രൂപേൻ വന്നെങ്കിലും തന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള രഹസ്യം യാക്കോബ് രൂപേനോട് വെളിപ്പെടുത്തിയപ്പോൾ അവന് തന്നെ മനസ്സിലായി അവൻ ശുഭൻ ആകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് മനസ്സിലായി. ஹல்லேலூயா. ரூபன் யாக்கோபினிடத்தில் வரும்போது மிகவும் நல்ல ஒரு எதிர்பார்ப்போடு கடந்து வந்தான். நான் சேஷ்டபுத்திரன், இந்த சகோதரங்களுடைய எல்லாருடைய ரெஸ்பான்சிபிலிட்டியும் என்னுடைய தகப்பனார் என்னிடத்தில் தான் தருவார் என்று சொல்லி கடந்து வந்தபோது ரூபனுடைய அந்தரங்கமான அந்த அசுத்தமான வாழ்க்கை யாக்கோப் அங்கே வெளிப்படுத்தினதனால் அங்கே புரிந்தது அவன் ஒருபோதும் மேன்மை அடைய மாட்டான் என்று. അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് പുത്രന്മാരുടെ പേരുകൾ താഴെ വായിക്കുന്നു. അടുത്ത വാക്യത്തിൽ, അടുത്ത വസനത്തിലെ അടുത്ത രണ്ട് പിള്ളകളുടെ പേരുകളെ ഇങ്ങ് വാസിக்கிறோம். അഞ്ചാമത്തെ വാക്യം വായിച്ചാട്ടെ. അഞ്ചാമത്തെ വാക്യത്തിൽ ശിമയോനും ലേവിയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവർ സഹോദരന്മാരാണ്. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരുകയും അരുത്. വായിക്കുന്നു. ஹல்லேலூயா. 5ஆம் வசனத்தில் இப்படியாக நாம் வாசிக்கிறோம், சிமெயோனும் லேவியும் ஏக சகோதரர், அவருடைய பட்டயங்கள் கொடுமையின் கருவிகள், என் ஆத்துமாவே அவர்களுடைய ரகசிய ஆலோசனைக்கு உட்படாதே, என் മേന്മയെ അവர்கள் കൂട്ടത്തിൽ നീ ചേരാതെ. ശിമയോനും ലേവിയും സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നു. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നു. ஹல்லேலூயா. சிமியோனும் அதேபோல் லேவியும் அவர்கள் சகோதரர்களா இருந்தாலும் அவருடைய செயல்பாடுகளை குறித்து தொடர்ந்துள்ள வசனங்களை நாம் வாசிக்கிறோம். அவருடைய பட்டயங்கள் கொடுமையின் கருவிகளாக இருந்தது என்று சொல்லப்பட்டிருக்கிறது. അവരുടെ മന്ത്രണങ്ങളിൽ, ബാക്കിയുള്ളവരോട് പറയാ, അവരുടെ മന്ത്രണങ്ങളിൽ നിങ്ങൾ ആരും കുടുങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ശിമയോനും ലേവിക്കും ചില മന്ത്രങ്ങളുണ്ട്. ஹல்லேலூயா. மற்ற பக்கத்தில் இருக்கிறவர்களை பார்த்து யாக்கோபு சொல்லுகிறார், இவர்களுடைய ரகசிய ஆலோசனைக்கு யாரும் உடன்படக்கூடாது என்று. എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് അവരുടെ മന്ത്രങ്ങൾ കുടുങ്ങരുതെന്ന് മാത്രമല്ല, അവരൊരു കോട്ടേജ് മീറ്റിംഗ് വെച്ചാൽ പോലും അവരുടെ യോഗത്തിൽ നിങ്ങൾ പോകരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ஹல்லேலூயா. அவருடைய ரகசிய ஆலோசனைக்கு நீங்கள் உட்படக்கூடாது, அவர்கள் தங்கள் வீட்டிலே ஒரு ஜெபக்கூட்டம் நடத்தினால் கூட நீங்கள் அதிலே போகக்கூடாது என்று அவர் சொல்லுகிறார்.
എല്ലാവരും ജപക്കൂട്ടത്തേക്ക് വരണം എന്നാണ് പാസ്റ്റർ പറയുന്നത്. പക്ഷെ യാക്കോബ് പാസ്റ്റർ പറയാണ് അവരുടെ കോട്ടേജ് മീറ്റിംഗ് നിങ്ങൾ ഒറ്റ എണ്ണം പോകരുത്. அல்லேலூயா. நம்முடைய பாஸ்டர் சொல்லுகிறார் எல்லாரும் நீங்கள் வீட்டு ஜெபத்துக்கு நீங்கள் கடந்து வர வேண்டும் என்று. ஆனால் யாக்கோபு பாஸ்டர் இங்க என்ன சொல்லுகிறார் என்றால் நீங்கள் அவர்கள் நடத்துகிற ஆராதனைக்கு கூட்டத்துக்கு நீங்கள் கடந்து செல்ல கூடாது என்று. അവരുടെ മന്ത്രണങ്ങളിൽ കൂടരുതെന്ന് പറഞ്ഞാൽ മന്ത്രവാദക്കാരല്ല അവർക്ക് ചില തന്ത്രങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കാം. அல்லேலூயா. அவருடைய ரகசிய ஆலோசனை என்று சொல்லும்போது மந்திரங்கள் அல்ல, அவர்களுக்கு சில தந்திரமான காரியங்களை அவர்கள் யோசனை பண்ணுகிறார்கள். ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന് 12 ആൺമക്കള് ഉള്ളപ്പോൾ തന്നെ ഒരൊറ്റ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു, ഒരു മകളുണ്ടായിരുന്നു. அல்லேலூயா. இதனுடைய பின்னணி நாம் பார்க்கும்போது யாக்கோபுக்கு 12 ஆண்கள் இருக்கும்போது ஒரே ஒரு பெண் பிள்ளையும் இருந்தாள். അവരുടെ പേരെന്താണെന്ന് പറയാമോ? ദീന. സമ്മാനമൊന്നുമില്ല. അവളുടെ പേര് ദീന എന്നാണ്. അല്ലെ, അവളുടെ പേര് ദീനാൾ. ദീന എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ദീനം തന്നെയാണ് ഈ 12 സഹോദരന്മാരുടെ ഇടയിൽ. ഹല്ലേലൂയ. ദീനം എന്ന പേര് പോലെ തന്നെ അവൾ ഒരു ദീനമുള്ളവളായി കാണപ്പെട്ടാൽ 12 എന്താ അവളുടെ ദീനം എന്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവളുടെ ദീനം 12 സഹോദരന്മാരോടും അപ്പന്റെ അമ്മയുടെയും കൂടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി പാർക്കേണ്ടതിന് പകരം அவளுடைய பிரச்சனை என்னவென்றால் தன்னுடைய தாய் தகப்பன்மாரோடும் தன்னுடைய சகோதரங்களோடும் தன்னுடைய வீட்டிலே நன்றாய் வாழ வேண்டிய അവളെ പട്ടണം ചുറ്റാൻ കറങ്ങി നടന്നു. അവൾ പട്ടണത്തെ ചുറ്റി പാർപ്പതായി കടന്നു പോനാൾ. സഹോദരന്മാരെയും വീട്ടിലെ അപ്പനെയും അമ്മയും വിട്ട് ഒറ്റയ്ക്ക് പാർത്തുകൊണ്ട് അവളെ പട്ടണം ചുറ്റുന്നവളായിരുന്നു. തന്റെ തായെയും തകപ്പനെയും സഹോദരങ്ങളെ വിട്ടുവിട്ട് പട്ടണത്തെ ചുറ്റി പാർക്ക് അവൾ കടന്നു പോനാൾ. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കാതെ സഹോദരങ്ങളെ അനുസരിക്കാതെ വീട് വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവളായി മാറിയവൾ. அதனுடைய அர்த்தம் என்னவென்றால் அவள் தன்னுடைய பெற்றோர் சொல்லை கேட்காமல் தன்னுடைய வீட்டை விட்டு தன்னுடைய சொந்த இஷ்ட பிரகாரம் அவள் கடந்து போனாள். 12 സഹോദരന്മാരുടെ ഇടയിൽ മാതാപിതാക്കളുടെ ഇടയിൽ ഒറ്റ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാനും ചിന്തിക്കുന്നു അവളെ എല്ലാവരും സ്നേഹിച്ചും ലാളിച്ചും വളർത്തി. പക്ഷേ അവൾ അനുസരണക്കെട്ടവളായി അവൾ മറ്റു ജാതികളായ പുരുഷന്മാരുടെ പുറകെ നടക്കാൻ തുടങ്ങി. ஹல்லேலூயா. தாய் தகப்பன்மார்க்கும் 12 சகோதரங்களுக்கும் ஒரே ஒரு பெண் பிள்ளை ஆனதனால் நான் நினைக்கிறேன் அவளுக்கு அதிகமான அன்பு, அவள் மேல் அன்பு செலுத்தி அவளை வளர்த்தி இருப்பார்கள். ஆனால் அவளோ கீழ்ப்படியாமை அவள் காட்டி அந்நிய ஜாதிയുള്ള ജനങ്ങളോട് അവൾ കടന്നു പോനാൾ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് വളരെ വേദനയോടുകൂടെ പറയുകയാണ്, അവൾ നിമിത്തം, ഈ ശിമിയോന് ലേവി നിമിത്തം എനിക്ക് പട്ടണത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത നിലയിൽ എന്റെ തല കുനിക്കുമാറ് നിങ്ങൾ എന്നെ അപമാനിച്ചു എന്ന് പറയത്തക്ക നിലയിൽ യാക്കോബിന്റെ കുടുംബം നിന്ദിതരായി തീർന്നു. ஹல்லேலூயா. யாக்கோபு இப்படியா சொல்லுகிறார். ஹல்லேலூயா. அந்த ஒரே ஒரு மகள் நிமித்தமும் சிமியோனும் லேவியும் செய்த காரியங்கள் நிமித்தமும் எனக்கு இந்த பட்டணத்திலே தலை நிமிர்ந்து நடக்க முடியாத ஒரு சூழ்நிலையை நீங்கள் ஏற்படுத்தி இருக்கிறீர்கள் என்று மிகுந்த மனவேதனையோடு யாக்கோபு சொன்னார். എന്നെ കേൾക്കുന്ന സഹോദരി കുഞ്ഞുങ്ങളോട്, യുവതിവാക്കന്മാരോട് വ്യക്തമായ ഒരു ദൂത് ഞാൻ പറയാം. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്നേഹവാത്സല്യങ്ങൾ നൽകും. ദൈവദാസന്മാരിൽ നിന്ന് ദൈവവചനം കേൾക്കും, ആരാധന വരുമ്പോൾ ദൈവവചനം കേൾക്കുന്നു. പക്ഷേ ദൈവ വഴിവിട്ട് അന്യജാതിക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് പലരെയും നാശത്തിൽ കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. என்னை கேட்கிற சகோதர சகோதரிகளோடும் வாலிப பிள்ளைகளோடும் சின்ன பிள்ளைகளோடும் நான் சொல்லுகிறேன், அல்லது உங்களை பெற்றோர்கள் உங்களிடத்தில் அதிகமான அன்பு கூர்ந்து உங்களை வளர்த்துவார்கள். சபையிலே வந்து நீங்கள் நன்றாய் தேவனை ஆராதிப்பார்கள். ஆனால் அந்நிய ஜாதியான ஜனங்களோடு நீங்கள் உங்களுடைய சகவாசம் இருக்குமானால் அது உங்களை നാശത്തിലേക്ക് കൊണ്ടുപോയിവിടും. ഞാൻ അമേരിക്കയിലും ഈ കാനഡയിലും ഒക്കെ പല പ്രാവശ്യം വരികയും അനവധി നാളുകൾ ഈ രാജ്യത്തിൽ പാർത്തിട്ടുണ്ട്. ഈ രാജ്യത്തിലെ കൾച്ചർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാജ്യത്തിലെ കൾച്ചർ അനുസരിച്ച് ദൈവമക്കളാകുന്ന നമ്മുടെ തലമുറ ജീവിക്കാൻ പാടില്ല. ஹல்லேலூயா. இந்த அமெரிக்காவிலும் கனடா தேசத்திலும் பல முறை நான் வந்திருக்கிறேன். எங்களுடைய கலாச்சாரம் எல்லாம் எனக்கு நன்றாக தெரியும். இந்த நாட்டினுடைய கலாச்சாரத்தின்படி தேவனுடைய பிள்ளைகளுக்கு இங்கே வாழ முடியாது. എത്ര തന്നെ നമ്മള് കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് പാർക്കുന്നതെങ്കിലും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഉപദേശം തന്നിട്ടുണ്ട്. ആ ഉപദേശം വിട്ടുള്ള അനാത്മീയമായ ജീവിതം നമ്മുടെ ജീവിതത്തെ താറുമാറാക്കും, മാതാപിതാക്കളുടെ തല കുനിക്കുമാറാക്കും, ദൈവസഭയും നിന്നാവശ്യമായി തീരും. അങ്ങനെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. Praise the Lord. How many of you agree?
ഹല്ലേലൂയ. എത്ര പേര് നിങ്ങൾ അഗ്രി ചെയ്യുന്ന വിഷയം? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സഭയോടുള്ള ബന്ധത്തിൽ നൽകുന്ന ഒരു സന്ദേശമാണിത്. ஹalleluya. இப்படிப்பட்ட கலாச்சாரம் மற்ற சூழ்நிலையை நாம் வாழ்ந்து கொண்டிருந்தாலும் நமக்கென்று ஆண்டவர் நமக்கு ஒரு உபதேசத்தை கொடுத்திருக்கிறார். அந்த உபதேசத்தின்படி பெற்றோருக்கு கீழ்ப்படிந்து இந்த வசனத்துக்கு கீழ்ப்படிந்து நாம் வாழ வேண்டும். எந்த ஒரு சூழ்நிலையிலும் பெற்றோர் தலைகுனியவோ நம்முடைய சபை ஒரு பரிகாசமாக மாறவோ நாம் இடம் கொடுக்க கூடாது. അങ്ങനെ ഈ യാക്കോബിന്റെ ഒറ്റ മകളായ ദീന സഹോദരന്മാരുടെ തലകുനിപ്പിച്ചു, മാതാപിതാക്കളുടെ തലകുനിപ്പിച്ചു. ദേശത്ത് അവർ ഒരർത്ഥത്തിൽ നാറുമാറായ അനുഭവത്തിന്റെ ഉടമയായി മാറിയവൾ. ஹalleluya. அப்படியாக யாக்கோபுடைய மகளாகிய தீனாள் முகாந்திரமாக அவருடைய சகோதரர்கள் அவர்கள் தலை குனிந்தார்கள். அதே போல அவருடைய பெற்றோர்கள் தலை குனிந்தார்கள். அந்த தேசத்திலே அவருடைய பேர் ஹalleluya அது மோசமாக போனது. അവൾ അന്യപുരുഷനുമായി ബന്ധത്തിലേർപ്പെട്ട് അന്യപുരുഷന്റെ ദേശത്തേക്ക് പോയപ്പോൾ ഇവിടെ വായിക്കുന്ന ഷിമിയോനും ലേവിയും ചാടി എഴുന്നേറ്റു. ஹalleluya. அவள் ஒரு அந்நிய புருஷனோடு அவள் தகாத விதமான உறவு அவளுக்கு உண்டாகி அவர்களுடைய தேசத்திலே கடந்து போன போது இங்கே സിമിയോനും ലേവിയും അവൾക്കാக எழும்பினார்கள். അവരുടെ ചരിത്ര ആ സംഭവത്തെയാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഷിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ, സാഹസത്തിന്റെ വാളുകൾ, എന്നിട്ട് പറയാണ്, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ നിങ്ങൾ കുടുങ്ങരുത്. ஹalleluya. அவர்களை பற்றி தான் இங்கே யாக்கோபு சொல்லுகிறார். சிமியோனும் லேவியும் ஏக சகோதரர். அவருடைய பட்டயங்கள் கொடுமையின் கருவிகளாக இருக்கிறது. அவர்களுடைய ஆலோசனைகளுக்கு நீங்கள் உடன்படக்கூடாது என்று. അവർ രണ്ടുപേരും സഹോദരിയായ ദീനയുടെ സംഭവം കേട്ട ഉടനെ ഈ രണ്ടുപേരും കോപിഷ്ഠരായി മാറി. தன்னுடைய சகோதரிக்கு நடந்த அந்த கொடுமைகளை பற்றி அவர்கள் கேள்விப்பட்ட போது இந்த இரண்டு பேரும் அவர்கள் மிகவும் ஹalleluya கோபம் அடைந்தார்கள். കോപിഷ്ഠരായ സഹോദരന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ രണ്ടുപേരും പരസ്പരം ചെവിയിൽ മന്ത്രം ചൊല്ലി രണ്ടുപേരും മന്ത്രം ചൊല്ലി. അതാണ് ഇവിടെ വായിക്കുന്നത്, അവരുടെ മന്ത്രത്തിൽ കുടുങ്ങരുതെന്ന്. അവരുടെ മന്ത്രം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. அவர்கள் ரெண்டு பேரும் கோபம் அடைந்த போது அவர்கள் சகோதரர்கள் இருவரும் அவர்கள் தங்கள் காதுகளிலே ரகசியமான ஒரு ஆலோசனையை பண்ணினார்கள். അവര് തീരുമാനിച്ചു, എന്റെ പെങ്ങളോട്, ഞങ്ങളുടെ പെങ്ങളോട് ഈ നിലയിൽ പെരുമാറിയവന്മാരെ ശരിയായ നിലയിൽ വെച്ചേക്കാൻ പാടില്ല, അവരെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. அவர்கள் இப்படியாக தீர்மானம் பண்ணி கொண்டார்கள். எங்களுடைய சகோதரியோடு இப்படிப்பட்ட தகாத காரியத்தை நடப்பித்த அவர்கள் உயிரோடு இருக்கக்கூடாது, அவர்கள் கொல்லப்பட வேண்டும் என்று அவர்கள் தீர்மானம் பண்ணினார்கள். അവരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല. நம்முடைய மொழியிலே சொன்னால் ஒரே அடியிலே அவர்களை கொல்ல வேண்டாம். വാള് കൊണ്ടുപോയി വെട്ടി കൊന്നുകളയാൻ പാടില്ല. வாளை கொண்டு போய் ஒரே வெட்டிலே வெட்டி கொல்ல வேண்டாம். പിന്നെ ഇവര് ചെവിയിൽ മന്ത്രിച്ചത് എന്താണെന്ന് അറിയാമോ? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. அவர்கள் என்ன ரகசியமாக ஆலோசனை பண்ணார்கள் என்று இந்த வசனத்தில் சொல்லப்பட்டிருக்கு. ബൈബിളിൽ പറഞ്ഞത് കൊണ്ട് പൊതുവിൽ വായിക്കുന്നത് തെറ്റില്ലല്ലോ. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത അല്ലല്ലോ, അതിന്റെ മേളത്തെ വാക്യം. തങ്ങളുടെ കോപത്താൽ അവർ പുരുഷന്മാരെ കൊന്നു. അടുത്ത് അവിടെ അതാണ് അവർ ചെയ്തത്. ഹല്ലേലൂയ. അവர்கள் ചെയ്തത് അവர்கள் തങ്ങൾ കോപത്തിൽ മാത്രമല്ല, ആദ്യം ചെയ്തത് അവരുടെ എന്താ അതിന് പറയുന്നത്, അവരുടെ പ്രത്യുൽപാദന ശേഷി തകർത്ത് കളഞ്ഞു. അങ്ങനെ പറയാം അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? എന്ന് പറയാം, അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവൻ ഒരു തലമുറ പോലും ഉണ്ടാകാത്ത നിലയിൽ തകർത്ത് കളയും. അതാണ് ഇവരുടെ സ്വഭാവം. അല്ലെങ്കിൽ അവർ ചെയ്ത என்னவென்றால் அவர்கள் கோபம் வந்தால் மற்றவர்களை முற்றிலுமாக நிர்மூலம் பண்ணுகிற ஒரு செயல். ഒറ്റയടിക്ക് കൊന്നിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു. അവരുടെ ഈ നിലയിൽ വരി ഉടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്തിൽ തലമുറ ഉണ്ടാകത്തില്ല. ഒരു ജാതി തന്നെ നശിക്കുകയാ. താഴോട്ടുള്ളതായ ഭാഗങ്ങളും അതിനോടനുബന്ധമായ വേദഭാഗവും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്രൂരത അതിഭയാനകമായിരുന്നു. ஹல்லேலூயா. அவர்கள் செய்தது ஹல்லேலூயா, அவர்கள் ஒரு ஜாதியை முழுவதுமாக அவர் அழித்தார்கள். தொடர்ந்து கீழே வாசிக்கும் போது அவர்கள் செய்த மிகவும் கொடூரமான காரியங்கள் அங்கே சொல்லப்பட்டிருக்கிறது. ചിലർക്ക് ദേഷ്യം വന്നാൽ ഇങ്ങനെയാണ്. சிலருக்கு கோபம் வந்தால் இப்படி செய்வார்கள். വിശ്വാസിയാണ്,
പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചാൽ അന്യഭാഷ പറയുന്നതാണ്. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ തകർത്ത് കളയും. அல்லேலூயா. அவர்கள் விசுவாசி தான், ரட்சிக்கப்பட்டவர்கள் தான், அந்நிய பாஷையை பேசுகிறவர்கள், ஜெபிக்கிறவர்கள் தான். ஆனால் அவர்களுக்கு கோபம் வந்தால் அவர்கள் என்ன செய்கிறார்கள் என்று அவர்களுக்கே தெரியாது. ഇവിടെ പറയാണ്, അവരുടെ കൂട്ടായ്മയിൽ പോലും നിങ്ങൾ പോകരുത്, പോയാൽ നിങ്ങളും ആക്തറിക്കാരായി മാറും. இங்கே அல்லேலூயா வேதவசனம் எப்படியா சொல்லுகிறது, அவர்கள் கூடுகிற கூடுகையிலும் நீங்கள் கடந்து போக கூடாது, போனால் அவர்களைப் போல நீங்கள் மாறுவீர்கள் என்று. ഇതും യാക്കോബിനെ വളരെ വേദനിപ്പിച്ചു. அல்லேலூயா. இது யாக்கோபுக்கு மிகுந்த மனவேதனையை உருவாக்கினது. യാക്കോബ് ദേശത്ത് വളരെ വേദന അനുഭവിച്ചുകൊണ്ട് യാക്കോബ് വേദനയോടുകൂടെ മക്കളോട് പറയുന്ന സംഭവങ്ങൾ മറ്റു ഭാഗങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. அல்லேலூயா. யாக்கோபு மிகுந்த வேதனையோடு அவன் அல்லேலூயா மற்றவர்களோடு அவன் பகிர்ந்து கொள்ள காரியங்கள் வசனத்திலே சொல்லப்பட்டிருக்கிறது. அதை நான் இப்பொழுது சொல்லவில்லை. അപ്പോ ഇനി ശ്രദ്ധിച്ച്, ഹലോ, எல்லாரும் இங்கே கவனித்து பாருங்கள். യാക്കോബിന്റെ മൂന്ന് മക്കളുടെ കാര്യം നമ്മൾ പഠിച്ചു. രൂബേൻ, സിമിയോൻ, പറഞ്ഞേ രൂബേൻ എന്തോ, രൂബേൻ ശിമയോനൊക്കെ അറിയാം, അതല്ല ചോദ്യം. ഇതാണ്, രൂബേൻ എന്താണ് ചെയ്യുന്നത്? അവൻ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, ഗതി പിടിക്കത്തില്ല. அல்லேலூயா. யாக்கோபுடைய 3 பிள்ளைகளை குறித்தான காரியங்களை பார்த்தோம். ரூபன் குறித்து பார்த்தோம். அவன் சேஷ்ட புத்திரனா இருந்தான், ஆனால் அவன் தண்ணீரை போல் தளம்பின மனுஷனானபடியால் அவன் மேன்மை அடைய மாட்டான் என்று சொல்லப்பட்டது. രണ്ടാമത് ശിമയോനും ലേവിയും. இரண்டாவது சிமியோனும் லேவியும். അവരെന്താ ചെയ്തത്? ഒരു ജാതിയെ മുഴുവനും തകർത്ത് കളഞ്ഞു. அவர்கள் செய்த காரியம் ஒரு ஜாதியை முழுவதுமாக அவர்கள் அல்லது நிர்மூலம் பண்ணினார்கள். അപ്പൊ 3 പേരുടെ പേര് നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നെ ഒരൊറ്റ മകൾ ഉണ്ടായിരുന്നു, അവളുടെ കാര്യവും നമ്മൾ പഠിച്ചു. 3 மகனுடைய குமாரனுடைய காரியத்தை பார்த்தோம். அதே வேளையில் ஒரே ஒரு குமாரத்தி இருந்தால் அவளுடைய காரியத்தை நாம் பார்த்தோம். അപ്പൊ നമ്മൾ 4 പേര് 13 പേരിൽ 4 പേരുടെ കാര്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. 13 പേരിൽ 4 പേരുടെ കാര്യങ്ങളെ നാം പുരിഞ്ഞു കൊണ്ടിരിக்கிறோம். അടുത്ത മറ്റൊരാളിന്റെ പേര് നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് നമുക്ക് വായിക്കുവാനായിട്ടുള്ള സമയമില്ല, എങ്കിലും താഴോട്ടുള്ളതായ ചില വാക്യങ്ങൾ കൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. യഹൂദായെ, അതിന്റെ 8ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹൂദായെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. വായിച്ച ആരെങ്കിലും ഒരാള്? യഹൂദ ഒരു ബാലസിംഹം. യൂദാ ബാലസിംഹം. അവൻ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. ഒരു ബാലസിംഹമാണ് യഹൂദ. ഹല്ലേലൂയ. യൂദാ ഒരു ബാലസിംഹം, നീ ഇരൈ കവർന്നുകൊണ്ട് ഏറിപ്പോനായി. മതി വായിക്കണ്ട, എല്ലാം വായിപ്പിക്കണ്ടല്ലോ. ഇവിടെ യഹൂദായെ കണ്ടപ്പോൾ യാക്കോബ് ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, ഇവൻ ഒരു ബാലസിംഹമാണ്. யூதாவை பார்த்தபோது யாக்கோபு அல்லேலூயா இவன் திடன் கொண்டவனாய் எழும்பி இப்படி சொல்லுகிறான், யூதா ஒரு பாலசிங்கம். യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതിക്കുന്നവനാ. ഹല്ലേലൂയ. യൂദാ എന്ന വാക്കിന്റെ അർത്ഥം എന്നവെന്നാൽ അല്ല തുതിக்கிறവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ തരാം, ശ്രദ്ധിച്ചോളൂ. രൂബേൻ തലകുനിക്കപ്പെട്ടവനായി മാറി നിൽക്കുന്നു. ശിമയോനും ലേവിയും മറുഭാഗത്ത് വളരെ പഞ്ചവിച്ചം ശബ്ദിക്കാതെ മിണ്ടാതെ നിൽക്കുന്നു. ഒരു പെൺകുട്ടി പുറത്ത് നിൽക്കുന്നു. ഇതിന്റെ ഇടയിലാണ് യഹൂദ ദൈവത്തെ സ്തുതിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. இங்கே ரூபன் ஹல்லேலூயா அவன் தலை குனிந்தவன் அங்கே நிற்கிறான். யூதா, சிமியோனும் லேவியும் அவர்கள் ஒன்றும் பேச முடியாமல் அவர்கள் ஒரு பகுதியில் நிற்கிறார்கள். அவருடைய மகள் தீனாள் அவள் வெளியே நிற்கிறாள். அதன் மத்தியிலே இங்கே அல்ல தேவனை துதிக்கிற யூதா அங்கே எழும்பி நிற்கிறான். അവൻ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയാൽ അവൻ ഒരു സിംഹത്തിന് തുല്യനാണ്. Praise the Lord. அல்லேலூயா. அவனை ஒரு மிருகத்தோடு ஒப்புமைப்படுத்தினால் அவன் ஒரு சிங்கத்துக்கு ஒப்பானவன். ഇനി അടുത്ത് എല്ലാവരുടെയും പേരുകൾ നമുക്ക് ഇന്ന് വായിച്ച് ചിന്തിക്കാനായിട്ടുള്ള സമയമില്ല, എങ്കിലും താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിച്ചാട്ടെ. 14ാമത്തെ വാക്യം വായിച്ചേ. ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത തൊഴുത്തുകളുടെ മധ്യത്തിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അസ്ഥിബലമുള്ള ഒരു കഴുത അത് തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ മടി പിടിച്ച്, അസ്ഥിബലമുണ്ട് പക്ഷെ മടി പിടിച്ച് കിടക്കുക. அல்லேலூயா. 14 வசனத்திலே வாசிக்கிறோம், இசாக்கார் 2 பொதியின் நடுவே படுத்து கொண்டிருக்கிற பலத்த கழுதை என்று சொல்லி. இங்க அவனை பற்றி சொல்லப்பட்டிருக்கிறது, அவன் நல்ல அல்லேலூயா எலும்பு பலம் மிக்க ஒரு கழுதை என்று. ஆனால் அவன் சோம்பேறியா அங்கே படுத்திருக்கிறான் என்று சொல்லப்பட்டிருக்கிறது. കഴുതയെ കുറിച്ച് നമുക്കറിയാം, നല്ല ഭാരം വഹിക്കുന്ന മൃഗമാണ്.
கழுதை குறித்து நமக்கு எல்லாருக்கும் தெரியும். அதிகமான சுமையை சுமக்கிற ஒரு மிருகம். യജമാനന് 10 കഴുതകളുണ്ടെങ്കിൽ നല്ല വരുമാനമുണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ്. കാരണം ഇഷ്ടം പോലെ പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ള ട്രക്കോ മറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഭാരം വഹിക്കുന്ന കഴുതകളാണ്. അസ്ഥിബലമുള്ള കഴുതയാണ്. அல்லேலூயா. ஒரு மனிதனுக்கு 10 கழுதை இருந்தவென்றால் அவனுக்கு நன்றாக அதை வைத்து அவனுக்கு சம்பாதிக்கலாம். இன்றைய நாட்கள் போல் அந்த நாட்களில் ட்ரக் ஒன்றும் இல்லை. அதிகமான பாரங்களை சுமைகளை சுமக்கிறது இந்த கழுதை தான். പക്ഷെ അസ്ഥിബലമുണ്ട്. പക്ഷെ കിടക്കുന്നത് തൊഴുത്തുകളുടെ ഇടയിൽ മടിയനായിട്ട് കിടക്കുക. அல்லேலூயா. நல்ல எலும்பு பலம் இருக்கிறது. அல்லேலூயா. நல்ல பலம் இருக்கிறது. ஆனால் படுத்திருக்கிறது அல்லேலூயா தொழுவத்தின் இடையிலே அது சோம்பேறியாய் படுத்திருக்கிறது. നമ്മുടെ ഇടയിൽ ഇതുപോലെ ധാരാളം ആളുകളുണ്ട്. அல்லேலூயா. நமக்கிடையிலும் இப்படிப்பட்ட அநேக நபர்கள் உண்டு. നല്ല ബലമുണ്ട്. அல்லேலூயா. நல்ல அவர்களுக்கு ஆரோக்கியம் இருக்கும். നല്ല കൃപയുണ്ട്. அல்லேலூயா. அவர்களுக்கு நல்ல கிருபை இருக்கும். നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. அல்லேலூயா. நல்ல அவர்களுக்கு அல்லேலூயா அவர்களுக்கு சாம்பத்தியம் உண்டு. നല്ല ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. அவர்களுக்கு நல்ல மனைவியும் பிள்ளைகளும் உண்டு. നല്ല വാഹനമുണ്ട്. அவர்களுக்கு நல்ல வாகனம் இருக்கு. നല്ല വീടും സൗകര്യം എല്ലാം ഉണ്ട്. அவர்களுக்கு நல்ல வீடும் அவர்களுக்கு எல்லா சௌபாகியங்களும் இருக்கிறது. പക്ഷേ 99% ആളും മടിയനാ. ஆனால் 99% அந்த மனிதன் ஒரு சோம்பேறியாய் அவன் காணப்படுகிறான். സഭയ്ക്ക് പ്രയോജനമില്ല, പാസ്റ്റർക്ക് പ്രയോജനമില്ല, ആരാധനയിൽ പ്രയോജനമില്ല, കൂട്ടായ്മയിൽ പ്രയോജനമില്ല, ഒന്നുമില്ല. அல்லேலூயா. சபையிலே எந்த விதமான பிரயோஜனம் இல்லை, பாஸ்டருக்கு எந்த விதமான பிரயோஜனம் இல்லை, ஆராதனைக்கு எந்த விதமான பிரயோஜனம் இல்லை. அல்லேலூயா. ஐக்கியத்துக்கு எந்த விதமான பிரயோஜனம் இல்லாத ஒரு மனிதனாய் அந்த மனிதன் കാണപ്പെടുവാൻ. നമ്മുടെ ബന്ധിക്കോസില് ഒരുപാട് പേരുണ്ട്. അസ്ഥിബലമുള്ള കഴുതകൾ സുഖമായി കിടന്നുറങ്ങുക. அல்லேலூயா. நம்முடைய பெந்தேகோஸ்தே இந்த கூட்டாய்மையிலே அநேக நபர்கள் இப்படியாக உண்டு. நல்ல அல்லேலூயா எலும்பு பலமுள்ள மனிதர்கள், ஆனால் சோம்பேறியாய் படுத்திருப்பார்கள். പ്രൈസ് ദി ലോർഡ്. அல்லேலூயா. ഞാൻ എന്നെ വിശദീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇത് ആരോ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് പാസ്റ്റർ എന്ന് പറയും. அல்லேலூயா. இதற்கு மேலாக நான் விளக்கி சொன்னால் நீங்கள் சொல்லுவீர்கள் இது யாரோ பாஸ்டரோட சொல்லி இருக்கிறார்கள், அதனாலதான் எங்களை குறித்து சொல்லுகிறார் என்று. ചില ഭാര്യമാര് പറയും എന്റെ അച്ഛൻ നല്ല ആളാ. அல்லது சில மனைவிகள் சொல்வார்கள் என்னுடைய கணவர் நல்ல மனிதன், കൊടുക്കാനും വാങ്ങിക്കാനൊക്കെ നല്ലതാ. அல்லேலூயா. கொடுப்பதற்கும் வாங்குவதற்கும் எல்லாம் நல்ல മനിതൻ. പക്ഷെ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ആരാധിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, 10 രൂപ ദശാംശം കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ശീലം മടിയന്റെ ആശാന. ஆனால் சபையிலே சென்றால் ஆராதிக்க மாட்டார், ஜெபிக்க மாட்டார், ஒரு 10 ரூபாய் தசமபாகம் கொடுக்க மாட்டார். அப்படிப்பட்ட ஒரு சோம்பேறியான ஒரு மனிதன். ഞാൻ കോട്ടിട്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ പ്രസംഗിക്കട്ടെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിട്ടേ. அதுல நான் நல்ல கோட் சூட் எல்லாம் போட்டு பிரசங்கிக்கிறதுனால் அந்த ஒரு கணத்தோடு நான் பிரசங்கம் பண்ண வேண்டும். அதனால் இதோடு நிறுத்திக் கொள்ளுகிறேன். இதற்கு கீழாக நான் ഇറങ്ങി പോകவில்லை. ഞാൻ പറയട്ടെ സഹോദരി സഹോദരന്മാരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ബലം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ അസ്ഥിബലം, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തൊഴുത്തിനകത്ത് കിടന്ന് ഉറങ്ങുവാനുള്ളവനല്ല, ദൈവനാമം മഹത്വത്തിന് പ്രയോജനപ്പെടുത്താനുള്ളതാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. அல்லேலூயா. ஆண்டவர் நமக்கு தந்திருக்கிற பலம், சுகம், நமக்கு தந்திருக்கிற எல்லாவற்றையும் நாம் அனுபவித்துக் கொண்டு தொழுவத்திலே கிடந்து தூங்குகிற மனிதர்களாய் நாம் இருக்கக்கூடாது. ஆண்டவருக்காக நாம் பிரயோஜனப்படுகிற மக்களாய் நாம் காணப்பட வேண்டும். ഇവിടെ യഹൂദ സിംഹമായിട്ട് നിൽക്കുക. அல்லேலூயா. இங்கே யூதா ஒரு பால சிங்கமாய் நிற்கிறான். യഹൂദ സിംഹമായിട്ട് നിന്ന് അവൻ ഗർജിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. அல்லேலூயா. யூதா ஒரு பால சிங்கமாய் இருந்து கொண்டு அவன் அல்லேலூயா கர்ஜித்து தேவனை ஆராதிக்கிறான். എന്നാൽ ഇവിടെ ഈ പുള്ളി വെറുതെ വന്ന് കുത്തിയിരിക്കുകയാണ്. ஆனால் இங்கே இசாக்காரை பார்க்கும்போது അവൻ சும்மா வந்து அங்கே படுத்திருக்கிறான். എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവം കൊടുത്തിട്ടുള്ളെങ്കിൽ ആരാധന വന്ന് അലക്ഷ്യമായി ഇരിക്കരുതേ ദൈവ പൈതലേ. ഇന്ന് പകലിൽ പാടിയതുപോലെ ഇത്രത്തോളം നമ്മെ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ഇത്രത്തോളം ഉയർത്തിയല്ലോ എന്നോർത്ത് നമ്മുടെ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. அல்லேலூயா. இந்த எல்லா நன்மைகளை நாம் அனுபவித்துக் கொண்டு அல்லேலூயா தேவ சமூகத்திலே வந்து அல்லேலூயா நாம் வெறுமையிலே நாம் நிற்க கூடாது. இன்னை நாம் பாடினது போல இதுவரையிலும் என்னை கொண்டு வந்த தேவன், அல்லேலூயா இவ்வளவு நன்மைகள் செய்த தேவன், அவரை நாம் அல்லேலூயா மகிமைப்படுத்த வேண்டும். സിംഹവും കഴുതയും ഒരുമിച്ച് മുന്നോട്ട് പോകത്തില്ല. அல்லேலூயா. ஒரு சிங்கமும் ஒரு கழுதையும் ஒன்றாக சேர்ந்து அது முன்னேறி போகாது. സിംഹത്തിന്റെ മുമ്പിൽ എപ്പോഴും കഴുത തലകുനിച്ചേ നിൽക്കത്തുള്ളൂ. அல்லேலூயா. ஒரு சிங்கத்துக்கு முன்பாக ஒரு கழுதை எப்போதும் தலை குனிந்து தான் நிற்கும். എന്താ കാരണം? മധ്യനായി
മടിയനായി തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്നവനായതുകൊണ്ട്. ஹalleluya. அந்த கழுதை ஒரு சோம்பேறியாய் தொழுவத்திலே படுத்திருக்கிறதுனால தான் அப்படி இருக்கிறது. അടുത്ത വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാട്ടെ. 16-ാമത്തെ വാക്യം. 16-ാം വാക്യം എല്ലാ 12 പിതാക്കന്മാരുടെ പേരുകൾ നമുക്ക് വായിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഇന്ന് സമയം പോകും. അതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം. 16-ാമത്തെ വാക്യം. താൻ ഏതൊരു ഇസ്രായേൽ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ஹalleluya. താൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. ஹalleluya. தான் இஸ்ரவேல் கோத்திரங்களில் ஒரு கோத்திரமாகி தன் ஜனத்தை நியாயம் விசாரிப்பான். தான் குதிரையின் மேல் ஏறி இருக்கிறவன் மல்லாந்து விழும்படியாய் அதன் குதிகாலை கடிக்கிறதற்கு வழியில் கிடக்கிற சர்ப்பத்தை போலவும் பாதையில் இருக்கிற விரியனை போலவும் இருப்பான். ഇവിടെ ദാനെ കുറിച്ച് പറയുകയാണ്. இங்கே தானை குறித்து சொல்லப்பட்டிருக்கிறது. അവൻ വഴിയിൽ ഒരു പാമ്പാണ്. ஹalleluya. அவன் வழியில் கிடக்கிற ஒரு சர்ப்பத்தை போல் இருப்பான். പാതയിൽ ഒരു സർപ്പമാണ്. ஹalleluya. பாதையில் இருக்கிற ஒரு விரியன் பாம்பை போல் அவன் இருப்பான். വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വളരെ ശക്തമായ ഒരു പഠനമുണ്ട്. ദാൻ ഗോത്രത്തിൽ നിന്നാണ് ആന്റി ക്രൈസ്റ്റ് മുന്നോട്ട് വരേണ്ടത്. ஹalleluya. வேத பண்டிதர்கள் மத்தியிலிருந்து மிகவும் அவர்கள் சொல்லுகிற ஒரு காரியம் தான் கோத்திரத்திலிருந்து தான் அந்தி கிறிஸ்து பிறப்பான் என்று சொல்லி. എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഒരു പാമ്പാണ്, പഴയ പാമ്പാണ്. அது ஏன் அப்படி சொல்லுகிறார்கள் என்றால் அவன் ஒரு பழைய பாம்பா இருக்கிறான். അവൻ സർപ്പമാണ്, ദൈവജനത്തെ അല്ലെങ്കിൽ ആദാമിനെ ഹവ്വയും ചതിച്ച ആ പഴയ പാമ്പാണ്. அவன் ஆதாமையும் ஏவாளையும் வஞ்சித்த அந்த பழைய பாம்பாகிய சர்ப்பமாய் காணப்படுகிறான். നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ദാൻ ഒരു ചതിയനാണ്. நாம் இப்படியாக அவனை சொல்லலாம், தான் ஒரு சதிக்கிறவனாய் இருக்கிறான். ഈ ദാൻ യാക്കോബിന്റെ മുമ്പിൽ നല്ല അനുഗ്രഹം പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ യാക്കോബ് പറയാണ്, നീ ഒരു പാമ്പാണ്, നീ ഒരു സർപ്പമാണ്, നീ ഒരു ചതിയനാണ് എന്ന നിലയിലാ യാക്കോബ് അവനെ കുറിച്ച് പറയുന്നത്. இந்த தானும் தன்னுடைய தகப்பனாகிய யாக்கோபுக்கு முன்பிலே நல்ல ஆசீர்வாதங்களை எதிர்பார்த்து கடந்து வந்தான். ஆனால் யாக்கோபு அவனை பார்த்து சொல்கிறான், நீ ஒரு விரியன் பாம்பாய் இருக்கிறாய், நீ ஒரு சர்ப்பமாய் காணப்படுகிறாய், நீ ஒரு சதிக்கிற மனிதனாய் காணப்படுகிறாய். Praise the Lord. ഹല്ലേലൂയ. ഞാനിത് വിശദീകരിക്കുന്നില്ല. കാരണം ഈ ചതി എന്ന് പറയുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ஹல்லேலூயா. இதை பற்றி நான் அதிகமாக விளக்கி சொல்லவில்லை. இந்த ஒரு மனிதனை வஞ்சிக்கிறது அல்லாவிட்டால் சதிக்கிறது பற்றி வேத புஸ்தகத்திலே அநேக காரியங்கள் சொல்லப்பட்டிருக்கிறது. ഈ അനുഗ്രഹിക്കാനായിട്ട് വിളിച്ചു നിർത്തിയിരിക്കുന്ന പുള്ളി പണ്ടൊരിക്കൽ ചതിച്ചതാ. இங்கே ஆசீர்வதிக்கப்படுவதற்காக அழைக்கப்பட்டிருக்கிற அந்த நபர் முன்பு ஒரு முறை ஒரு மனிதனை வஞ்சித்தார், சதித்தார். ആരാന്നറിയാമോ? ആരാരെയാ? യാക്കോബ് ഏശാവിനെ. അപ്പോൾ തന്നെ യാക്കോബ് ഉടുപ്പ് മാറ്റിയിട്ടിട്ട് അനുഗ്രഹം ആരുടെ നാ വായിച്ചേ? അതറിയത്തില്ല. ഇസഹാക്കിനെ, സ്വന്തം അപ്പനെ പറ്റിച്ചതായ പുള്ളിയാണ് ഈ യാക്കോബ്. யாக்கோபை குறித்து நாம் பார்க்கும்போது தன்னுடைய தகப்பனையும் தன்னுடைய சகோதரனையும் தன்னுடைய தகப்பனையும் சதித்த ஒரு நபர் தான் யாக்கோபு. അപ്പൻ ചതിയനാണെങ്കിൽ മകൻ നല്ലവനാവൂ? ஹல்லேலூயா. தகப்பன் ஒரு சதி செய்கிற நபரா இருந்தால் மகன் நல்ல மகனாய் மாறுவானா? നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണ പറയാറുണ്ട്, കുമ്പളം കുത്തിയാൽ എന്തോ മത്തൻ കുത്തിയാൽ അറിയത്തില്ലേ പാസ്? ശരിയല്ലേ ചാ? അപ്പൻ ഒരാളെ ചതിച്ചാൽ മക്കള് ഒരു കൂട്ടത്തെ വേണമെങ്കിൽ ചതിച്ചു കളയും. ஹல்லேலூயா. தகப்பன் ஒரு மனிதனை சதித்தால் அல்லது அவனுடைய மகன் ஒரு பெரும் கூட்டத்தையே சதிப்பான். സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ ഇടയിലും പല വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പിള്ളകൾ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് യൂദാസ് കർത്താവിനോട് കാണിച്ചതുപോലെയുള്ള ചതി ചെയ്യുന്നവരെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ஹல்லேலூயா. தேவனுடைய பிள்ளைகள் மத்தியிலும் இதே போல் அநேகரை நமக்கு பார்க்க முடியும். யூதாஸ் ஆண்டவராய் இயேசு கிறிஸ்துவை அவன் காட்டி கொடுத்தது போல ஒன்றாக சேர்ந்து நின்று கொண்டு அதன் மத்தியிலே வஞ்சிக்கிற ஜனங்கள், வஞ்சகம் பண்ணுகிறவர்கள், சதி பண்ணுகிற ஜனங்கள் இருப்பார்கள். അതുകൊണ്ടാണ് ദാനെ കുറിച്ച് പറയുന്നത്, ദാൻ വഴിയിൽ പാമ്പാണ്, പാതയിൽ സർപ്പമാണ്. ஹல்லேலூயா. அதனால்தான் தானை பற்றி இங்கே சொல்லப்பட்டிருக்கிறது, அவன் வழி அருகே கிடக்கிற ஒரு சர்ப்பத்தை போலவும் பாதையில் இருக்கிற ஒரு விரியனை போல அவன் இருக்கிறான் என்று. അപ്പോൾ നമ്മള് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. യാക്കോബ് ഇങ്ങനെ കട്ടിലയിൽ ഇരിക്കുകയാണ്, മക്കൾ ഇങ്ങനെ കൂടി വന്ന് നിൽപ്പുണ്ട്.
അതിൽ നമുക്ക് ഈ മക്കളെ എല്ലാം ഒന്നുകൂടെ നമുക്ക് നോക്കാം, ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കാം. രൂബേൻ അവിടെ നിൽപ്പുണ്ട്, വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, ഗതി പിടിക്കാത്തവനായിട്ട് അവിടെ നിൽപ്പുണ്ട്. അടുത്തയാള് ഷിമിയോനും ലേവിയും. അവന്മാരെ ഉൽപാദന ശേഷി പോലും തകർക്കുന്ന വൈരാഗ്യമുള്ളവരായിരുന്നു. അപ്പൊ തന്നെ ഒരു മോളപ്പുറത്ത് മാറി നിൽപ്പുണ്ട്, അവള് ദേശം മുഴുവൻ നാറ്റിച്ചേച്ച് വന്ന് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തൻ കിടപ്പുണ്ട്, അവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. അടുത്ത ആരാ? പാമ്പ് നിപ്പുണ്ട് അല്ലെ, സർപ്പ് നിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അസ്ഥിബലമുള്ള കഴുത അവിടെ നിപ്പുണ്ട് അല്ലെ, അസ്ഥിബലമുള്ള കഴുത നിൽപ്പുണ്ട്. പിന്നെ അടുത്ത് സ്തുതിക്കുന്നവൻ യഹൂദ അവിടെ നിൽപ്പുണ്ട്. ഇത്രയും പേര് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ ചിന്തിക്കാം. അടുത്ത ഭാഗം ശ്രദ്ധിച്ചാട്ടെ. താഴോട്ടുള്ളതായ വാക്യം വായിച്ചാൽ 20-ാമത്തെ വാക്യം, ആശേറോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം കഴിക്കുന്നു. ഹല്ലേലൂയ. ആസേരുടെ ആഹാരം കൊളുമയായിരിക്കും, രാജാക്കൾക്ക് വേണ്ടിയ രുചി വർഗ്ഗങ്ങളെ അവൻ തരുവാൻ. നമ്മള് എല്ലാ മോശക്കാരുടെ പേര് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, ഈ പുള്ളിയുടെ പേര് കൂടെ നമ്മൾ പഠിക്കണ്ടേ. ഇവൻ ആശേർ എന്ന് പറയുന്ന ഗോത്രക്കാരൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗോത്രമാണ്. ஹல்லேலூயா. இங்கே ஆசேர் என்று சொல்லுகிற அந்த கோத்திரம் ஆசீர்வதிக்கப்பட்ட ஒரு கோத்திரமாய் காணப்படுகிறது. ആശേർ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ. ஹல்லேலூயா. இந்த ஆசேர் கோத்திரத்திலிருந்து அந்த தலைமுறையிலே கடந்து வந்த நபர்தான் அப்போஸ்தலனாகிய யோவான். ആശേറിന്റെ ആഹാരം എങ്ങനെയുള്ളതാ? വയസ്സേ എങ്ങനെയുള്ളതാ? അവൻ രാജകീയ ഭോജനം കഴിക്കുന്ന. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം ഭക്ഷിക്കുന്നവനാ. എന്ന് പറഞ്ഞാൽ ആശേർ എന്ന് പറയുന്നവനെ ദൈവം യാക്കോബ് തന്നെ അനുഗ്രഹിച്ചാക്കുകയാണ്. നീ വല്ലതും കഴിക്കുകയാണെങ്കിൽ ആപ്പി ഉപ്പൊന്നും നീ കഴിക്കത്തില്ല, നീ നല്ല ഒന്നാം തരം ആഹാരം കഴിക്കും. ஹல்லேலூயா. இங்கே யாக்கோபு தன்னுடைய மகனாகிய ஆசேரை எப்படி ஆசீர்வதிக்கிறான்? ஹல்லேலூயா. நீ ஏதாவது சாப்பிட்டால் நீ நல்ல புஷ்டியானதை கொழுமையானதை நீ சாப்பிடுவாய் என்று. യേശുക്രിസ്തു കാനാവിലെ കല്യാണ വീട്ടിൽ പോയി പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയല്ലോ. ஆண்டவராய் இயேசு கிறிஸ்து கானா ஊரிலே கல்யாண வீட்டில் போய் தண்ணீரை திராட்சரசமாக மாற்றினார். അത് ആരുടെ വീടാണെന്ന് അറിയാമോ? இது யாருடைய வீடு என்று தெரியுமா? യോഹന്നാൻ എഴുതിയ സുവിശേഷം എഴുതിയ യോഹന്നാൻ, 3 ലേഖനം എഴുതിയ ആള്, അദ്ദേഹം വെളിപ്പാട് പുസ്തകം എഴുതി. ആ യോഹന്നാന്റെ വീട്ടിലാണ് യേശു പച്ചവെള്ളത്തിൽ പോയി വീഞ്ഞാക്കിയത്. ஹல்லேலூயா. ஆண்டவராய் இயேசு கிறிஸ்து தண்ணீரை திராட்சரசமாக மாற்றினது அப்போஸ்தலனாகிய யோவானுடைய வீட்டிலே. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമേറിയ ആഹാരം ഭക്ഷിക്കുന്നവന്റെ വീട്ടിൽ കർത്താവ് ചെന്നാലും അവന് വേണ്ടി കുറവ് തീർക്കുന്നതും കർത്താവ് ശ്രേഷ്ഠമായി തന്നെ ആയിരിക്കും. அவனுடைய அர்த்தம் என்னவென்றால் எப்படிப்பட்ட கொழுமையான சாப்பிடுகிற மனிதனுடைய வீட்டிலே ஆண்டவர் சென்றால் அங்கே அவனுக்கு இருக்கிற குறைகளையும் ஆண்டவர் தீர்க்க வல்லவராய் இருக்கிறார். ഈ നിലയിൽ ഇവിടെ പറയുന്നെങ്കിലും അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് നോക്കിയേ. ആശീർവാദ കാര്യം പറയുന്നത് 21-ാമത്തെ വാക്യം, വേഴ്സ് 21. നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ ലാവണ്യവാക്കുകൾ സംസാരിച്ചു. നഫ്താലി സ്വതന്ത്രനായി നടക്കുന്ന പേടമാൻ. നഫ്താലി വിടുതலை പെറ്റ പെൺമാൻ. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇവിടെ നഫ്താലി എന്ന് പറയുന്ന ആളിനെ ഒരു മാനിനോട് സാദൃശ്യപ്പെടുത്തിയാണ് യാക്കോബ് വിശദീകരിക്കുന്നത്. ஹல்லேலூயா. நப்தலி என்று சொல்லுகிற நபரை ஒரு பெண்மானோடு ஒப்புமைப்படுத்தி யாக்கோபு சொல்லுகிறார். അപ്പുറത്ത് യഹൂദ നിൽപ്പുണ്ട് സിംഹമായി, അതിന്റെ തൊട്ടടുത്ത് ദാൻ പാമ്പായി സർപ്പമായി കിടപ്പുണ്ട്, അതിനടുത്ത് ഒരാൾ നിൽക്കുകയാണ് പേടമാനായിട്ട് നിൽക്കുകയാ. ஹல்லேலூயா. ஜீசஸ். அங்கே யூதா ஒரு பாலசிங்கமாக அங்கே இருக்கிறார். ஹல்லேலூயா. அதற்கு பிறகு தான் ஒரு பாம்பாக அங்கே இருக்கிறான். அதுக்கு பிறகு நப்தலி ஒரு பெண்மானாக நிற்கிறார். പേടമാനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഏത് പ്രതിസന്ധികളെയും ഏത് ശത്രുവിന്റെ ശക്തികളെയും നല്ല ചാടി ഓടി രക്ഷപ്പെടാനുള്ളതായ ഒരു കരുത്ത് പേടമാന ദൈവം കൊടുത്തിട്ടുണ്ട്. ஹல்லேலூயா. ஒரு பெண்மான் என்று சொல்லும்போது எப்படிப்பட்டதான எதிர்ப்புகள் எப்படிப்பட்டதான காரியங்கள் வந்தாலும் அதை தாண்டி கடந்து போவதற்கான ஒரு வல்லமை அந்த பெண்மானுக்கு இருக்கிறது. അപ്പോൾ ഇവിടെ നഫ്താലി
എന്ന് പറയുന്ന ആള് ഒരു സ്വതന്ത്രനായി നടക്കുന്ന പേടമാനായിട്ട് നിൽക്കുന്നു. இங்க நப்தலி என்று சொல்லுகிற நபர் ஒரு விடுதலை பெற்ற அல்லேலூயா ஒரு பெண்மானாய் நிற்கிறார். 22ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മുഴുവനും ദൈവത്തിന്റെ ദാസനായ ജോസഫിന്റെ കാര്യമാണ് അവിടെ വിശദീകരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു ഭക്തന്റെ ചരിത്രമാണ് ജോസഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. அல்லேலூயா 22ஆம் வசனம் முதல் கீழே நாம் வாசித்தால் பக்தனாகிய யோசேப்பை பற்றின அவனுக்கு கொடுத்த ஆசீர்வாதம் மிகவும் மேன்மையான ஆசீர்வாதங்கள் கொடுக்கப்பட்ட ஒரு நபராக யோசேப்பு. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് 27ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പേര് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. വേഴ്സ് 27. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ അവൻ ഇരപിടിച്ചു വിഴുകുന്നു, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടുന്നു. ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നു. ഇവിടെ വായിക്കുന്നത് ബെന്യാമിൻ കടിച്ചു കീറുന്ന ഒരു ചെന്നായായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ബെന്യാമീനെ പറ്റി ബെന്യാമീൻ പീറുകിற ഓനായ് എന്ന് சொல்லப்பட்டிருக்கிறது. ഒരു ചെന്നായ്ക്ക് സാദൃശ്യമായിട്ടുള്ള ഒരു മൃഗം പോലെ നിൽക്കുകയാണ് യാക്കോബിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ഒരു പീറുകിற ഓനായെ പോലെ ബെന്യാമീൻ യാക്കോബിന് മുൻപാக നിൽക്കുകയാണ്. വെറുതെ നിൽക്കുന്ന ഒരു ചെന്നായല്ല, കടിച്ചു കീറുന്ന ചെന്നായ. ഹല്ലേലൂയ. സുമ്മാ നിൽക്കുന്ന ഒരു ഓനായ് അല്ല, അല്ലെങ്കിൽ പീറുകിற ഓനായ്. ഇരപിടിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഏത് മേഖലകൾ നോക്കിയാലും കടിച്ചു കീറുന്ന ഒരു ചെന്നായെ പോലെ ഉശിരായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഈ ബെന്യാമിൻ ഗോത്രം എന്ന് പറയുന്നത്. அந்த பென்யமீன் கோத்திரத்தை பற்றி பார்க்கும்போது அவருடைய வாழ்க்கையிலே எந்த துறைகளில் இருந்தாலும் அவர்கள் அல்லது மிகவும் ஆவேசமாக அதிலே செயல்படுகிற ജനങ്ങളായ കടിച്ചു കീറുന്ന ഒരു ചെന്നായിട്ട് യാക്കോബിന്റെ മുമ്പിൽ ഈ ബെന്യാമിൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. அப்படியாக പീറുகிற ഒരു ഓനായായി ബെന്യാമിൻ യാക്കോബുக்கு മുൻപാக നിൽக்கிறான். ഇതാണ് ഇസ്രായേൽ ഗോത്രം 12 പേരും. ഹല്ലേലൂയ. ഇവர்கள் தான் இஸ்ரவேல் கோத்திரத்தார் 12 പേർ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് പുരിന്തത്? മനസ്സിലാകാത്തവര് ഈ വീഡിയോ പിന്നീട് നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കാണണം. ഹല്ലേലൂയ. புரியாதவர்கள் இந்த வீடியோவை ஒரு முறை கூட நீங்கள் பார்க்க வேண்டும். ഹലോ, ഈ 12 പേരുടെ തലമുറ പിൽക്കാലത്ത് യെരൂശലേം ദൈവാലയത്തിൽ ആരാധിക്കാൻ വന്നപ്പോഴാണ് ദാവീദ് പറയുന്നത്, ഇതാ സഹോദരന്മാരെ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും. ஹல்லேலூயா. இந்த 12 கோத்திரங்களும் எருசலேம் தேவாலயத்திலே ஒன்றாக சேர்ந்து ஆராதிக்க வந்தபோதுதான் தாவீது அங்கே சொல்லுகிறார், இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிறது எத்தனை இன்பവും. ஹல்லேலூயா. ദാവീദേ, നിനക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? ദാവീദേ, നിനക്ക് ഇതെങ്ങനെ പറയാൻ പറ്റും? ഈ നിൽക്കുന്ന രൂപേൻ ആരാന്നറിയാമോ? ഈ നിൽക്കുന്ന ശിമയോൻ ലേവിയും ആരാന്നറിയാമോ? ഈ ദാൻ ആരാണെന്നറിയാമോ? ഈ നഫ്താലി ആരാണെന്നറിയാമോ? ഈ ഗാദ് ആരാണെന്നറിയാമോ? ഈ ബെന്യാമിൻ ആരാണെന്നറിയാമോ? ദാവീദിനോട് യാക്കോബ് അന്നുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, യവമാര് ഒത്തൊരുമിച്ച് വസിച്ചാൽ ഒരിക്കലും ശുഭത ഉണ്ടാകത്തില്ല. ஹல்லேலூயா. தாவீதே, இதை உனக்கு எப்படி சொல்ல முடியும்? அல்லது உனக்கு இவர்களை பற்றி தெரியுமா? உனக்கு ரூபனை பற்றி தெரியுமா? உனக்கு தானை பற்றி தெரியுமா? உனக்கு ஆசேரை பற்றி தெரியுமா? உனக்கு நப்தலியை பற்றி தெரியுமா? ஹல்லேலூயா. உனக்கு பென்யமீனை பற்றி தெரியுமா? யாக்கோபு அன்றைக்கு இருந்திருந்தால் ஹல்லேலூயா ஒருபோதும் யாக்கோபு இப்படியாக சொல்லியிருப்பான், இவர்களால் ஒருபோதும் சேர்ந்து ஆராதிக்க முடியாது என்று. ദാവീദും യാക്കോബും കൂടെ അവിടെ തർക്കമുണ്ടായേനെ. ஹல்லேலூயா. தாவீதுக்கும் யாக்கோபுக்கும் இடையிலே ஒரு பெரிய ஹல்லேலூயா சண்டை ஏற்பட்டிருக்கும். എന്നാൽ ദാവീദ് ഇങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ വിഷയത്തിലേക്ക് വരികട്ടെ. ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദാവീദ് കാണുന്നത് അങ്ങനെയൊന്നുമല്ല. ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ എല്ലാവരും കടിച്ചു കീറുന്ന സിംഹവും ചെന്നായും കഴുതയും പാമ്പും അതുപോലെ ദ്രോഹിക്കുന്നവരും ചതിയന്മാരും ഒക്കെ ആണെങ്കിലും ഇവരെല്ലാവരും ഒരു കാലത്ത് ഈജിപ്തിലായിരുന്നു. ஹல்லேலூயா. தாவீது அல்லது இப்படியாக சொல்லுகிறார், அவருடைய சுபாவத்தை பார்க்கவில்லை. தாவீது இப்படியாக சொல்லுகிறார், இவர்கள் எல்லாரும் அல்லது ஒரு சிங்கமாகவும் ஒரு பீறுகிற ஓநாயாகவும் வழியறையே கிடக்கிற பாம்பாகவும் அவர்கள் இருந்தாலும் இவர்கள் எல்லாரும் எகிப்திலே அடிமைகளாக கொண்டு ഇവരെല്ലാവരും 12 ഗോത്രങ്ങളും ഗോത്രപിതാക്കന്മാർ, അവരെല്ലാവരും നീണ്ട 400 സംവത്സരം ഇവർ മിസ്രൈമിൽ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ദുരിതം അനുഭവിച്ച ജനങ്ങളാണ് ഇവര്. ഹല്ലേലൂയ. நீண்ட 400 வருடங்கள் எகிப்திலே பார்வோனுடைய அடிமைத்தனத்திலே அவர்கள் பல கஷ்டங்களை அனுபவித்த ஜனங்கள் தான் இவர்கள் எல்லாரும். എന്നാൽ അവരെല്ലാവരും
ദൈവത്തിന്റെ ദാസനായ വീണ്ടെടുപ്പുകാരനായ മോശയെ അവിടെ അയച്ചിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം അവർ എല്ലാവരും ഒരു ദിവസം ഒരു കുഞ്ഞാടിനെ അറുത്തു. Praise the Lord. ஹல்லேலூயா. அவர்களை மீட்கிற நபரான மோசேயை தேவன் அனுப்பி ஆண்டவர் அருளி செய்தபடி அவர்கள் எல்லாரும் ஒரே நாளிலே அவர்கள் ஒரு ആട്ടുകുട്ടിയെ ആ കുഞ്ഞാടിനെ അറുത്ത കുഞ്ഞാടിന്റെ രക്തമെടുത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുക മാത്രമല്ല, അതിന്റെ മാംസം അവർ ചുട്ട് കയ്പ് ചീരിയോടുകൂടെ ഭക്ഷിച്ച് പെസഹ ആചരിച്ചവരാ. அல்லேலூயா. அவர்கள் அந்த ஆட்டுக்குட்டியை அரித்த இரத்தத்தை எடுத்து வீட்டு நிலைக்கால்களிலே அவர்கள் தெளித்து ஆண்டவர் அவர்களை கட்டளை கொடுத்தபடியே அதன் மாംസத்தை கைப்பான கீரையோடு அவர்கள் சேர்த்து சாப்பிட்டார்கள். അവർ എല്ലാവരും മോശയുടെ കീഴിൽ യാത്ര പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് അക്കരെ കയറിയവരാ. அல்லேலூயா. அவர்கள் எல்லாரும் மோசேயுடைய தலைமையிலே அவர்கள் அங்கிருந்து யாத்திரையாக புறப்பட்டு செங்கடலிலே அவர்கள் கடந்து போனார்கள். ഒന്നുകൂടെ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഒരു ആത്മീയ ദൂതിലേക്ക് ഞാൻ വരട്ടെ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സ്വഭാവം പണ്ടത്തത് ഇതല്ലേ ആയിരുന്നത്? அல்லேலூயா. இதனுடைய ஒரு ஆவிக்குரிய உண்மையை நான் சொல்லுகிறேன். நாம் இங்கே இருக்கிற பலருடையும் அல்லேலூயா உண்மையான சுபாவம் அல்லேலூயா தேவனை அறிவதற்கு முன்பாக இப்படி அல்லவா இருந்தது? ദാനിനെ പോലെ അല്ലായിരുന്നോ? அல்லேலூயா நான் இதை போல அல்லவா இருந்தேன்? ഗാദിനെ പോലെ അല്ലായിരുന്നോ? ഗാദിനെ പോലെ. நான் காத்தை போல அல்லவா? രൂബേനെ പോലെ ആയിരുന്നില്ലേ? நான் ரூபனை போல அல்லவா இருந்தேன்? കടിച്ചു കീറുന്ന ചെന്നായി പോലെ അല്ലായിരുന്നോ? அல்லேலூயா நான் പീറുகிற ഓനായെ போல அல்லவா? ആശേറിനെ പോലെ വഴിയിൽ പാമ്പല്ലായിരുന്നോ? அல்லேலൂயா. ഓ ഹല്ലേലൂയ. വഴിയിലെ കിടക്കുന്ന പാമ്പായി. എന്നാൽ ഇസ്രായേൽ ജനം കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചതുപോലെ രക്ഷകനാകുന്ന കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി നമ്മ അംഗീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനമേറ്റ് നാം ദൈവമക്കളായി തീർന്നപ്പോൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരം. കരങ്ങളെ അടിച്ച് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നാം ഇന്ന് പഴയതുപോലെ പാപല്ല, നാം ഇന്ന് പഴയതുപോലെ ചതിയന്മാരല്ല, നാം ഇന്ന് അതുപോലെ നാം ഓരോരുത്തരും കഴുതയെ പോലെയല്ല, പേടമാനിനെ പോലെയല്ല. നാം എല്ലാവരും കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ്. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ചോരത്തളി ആചരിച്ച് അവർ മോശയോട് ചേർന്ന് ചെങ്കടൽ കടന്ന് സ്നാനത്തിന് മുൻകുറിയാണ് അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് അവർ തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തിച്ചേർന്നപ്പോൾ അവർക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ പഴയ സ്വഭാവമല്ല, ഞങ്ങൾ പഴയ കഴുതയല്ല, പഴയ പാമ്പല്ല, പഴയ സിംഹമല്ല, പഴയ ചതിയന്മാരല്ല, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവസഭയിലെ അംഗങ്ങളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളെ അടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നല്ലോ, നമ്മെ ചോര കൊണ്ട് വീണ്ടെടുത്തല്ലോ, നമ്മെ യേശു രക്ഷിച്ചല്ലോ, നമ്മുടെ അവസ്ഥ മാറ്റിയല്ലോ, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയല്ലോ, നമ്മുടെ ജീവിത ശൈലി മാറ്റിയില്ലേ ദൈവം, നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയില്ലേ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. എന്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു, എന്റെ ജീവിത ശൈലി ഇന്നതല്ലായിരുന്നു, എന്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. എന്റെ ജീവിതത്തെ പാഠം മാറ്റി, എന്റെ സ്വഭാവത്തെ മാറ്റി, എന്റെ ജീവിത ശൈലി മാറ്റി, എന്റെ അവസ്ഥകളെ ദൈവം മാറ്റി, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം ദൈവം വരുത്തി, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്ന് നമ്മെ സഹായിച്ച ദൈവത്തെ ഇന്ന് പോൽക്കാലം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ അഡ്രസ്സിന് മാറ്റം വരുത്തി, നമ്മുടെ ജീവിത ശൈലിക്ക് മാറ്റം വരുത്തി, നമ്മുടെ ആഹാരത്തിന് മാറ്റം വരുത്തി, നമ്മുടെ ജോലിക്ക് മാറ്റം വരുത്തി, നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും മാറ്റം വരുത്തിയ ദൈവം.
ഇന്ന് പകലിലെ ആരാധനാലയത്തിനകത്തിരിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം പറയാം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ஹalleluya. இந்த பகல்வேளை இந்த சபையில இருந்து கூட நாம் சொல்லுவோம், இதோ சகோதரர் ஒருமித்து வாசம் பண்ணுகிறது എത്ര നന്മവും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, എന്റെ സ്വഭാവത്തെ മാറ്റി, എന്റെ ജീവിത ശൈലിയെ മാറ്റി, എന്റെ അഡ്രസ് മാറ്റി, എന്റെ ജീവിതത്തെ അട്ടലി ചേഞ്ച് വരുത്തിയ എന്റെ ദൈവം, ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞാൻ മൗനമായിരിക്കാതെ ദൈവത്തിന്റെ മഹത്വം കരകയറ്റോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. என்னுடைய சுபாவத்தை மாற்றின, ஹalleluya, என்னுடைய முகவரியை மாற்றின, என்னுடைய எல்லாவற்றையும் மாற்றின, ஹalleluya, அந்த தேவனை ஹalleluya நான் எப்போதும் ஆராதிப்பேன். ഇവിടെ അഭിഷേകത്തോട് സാദൃശ്യപ്പെടുത്തിയ പറഞ്ഞിരിക്കുന്നത്. അവിടെ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ, ഫൈനൽ വേർഡ്സ്. ஹalleluya. ஹalleluya, பரிசுத்தாவின் அபிஷேகத்தை பற்றி இதிலே சொல்லப்பட்டிருக்கிறது. அந்த வார்த்தை ലാസ്റ്റ് വേർഡ്സ്. கடைசி வார்த்தை வாசிப்போம். അവിടെയല്ലോ യഹോവ അനുഗ്രഹം പറഞ്ഞേ, വായിച്ചേ. അനുഗ്രഹം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുക. ஹalleluya. இங்கே ஹalleluya ஆசீர்வாதத்தை தேவன் கட்டளையிட்டிருக்கிறார். ദൈവമക്കളെ, അനുഗ്രഹം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമായത്. ഹല്ലേലൂയ, ആമേൻ. അനുഗ്രഹം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പിള്ളകളെ, അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു സ്ഥലമാണിത്. ഹല്ലേലൂയ. ആശീർവാദം. നമ്മുടെ ആരാധനാലയം എന്ന് പറയുന്നത് അനുഗ്രഹം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സ്ഥലമാണ്. വിവിധ നിലകളിൽ ജീവിച്ച നമ്മെ വീണ്ടെടുത്ത് ഇതിനകത്ത് അനുഗ്രഹം അനുഭവിപ്പാൻ അനുഗ്രഹത്തെ ദൈവം കൽപ്പിച്ചതിനകത്താക്കിയിരിക്കാൻ ഇവിടെ വരുന്ന നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകണം. ஹalleluya. பல இடங்களிலே வாழ்ந்து கொண்டிருந்த நம்மை ஆண்டவர் ஹalleluya ஆசீர்வதிக்கப்படுவதற்காக இந்த ஆசீர்வதிக்கப்பட்ட தேவன் ஆசீர்வாதம் கட்டளையிட்டிருக்கிற இடத்திலே கொண்டு வந்திருக்கிறபடியால் நாம் ஒவ்வொருவரும் ஆசீர்வதிக்கப்படுவோம். അതിനായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.